കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് KPCCയുടെ ഇപ്പോഴത്തെ അമരക്കാരൻ സണ്ണി ജോസഫ് MLA മണ്ഡലത്തിലാണ്. അവിടെ മറ്റൊരു സണ്ണിയെ തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ പേരാവൂരിലെ തുണ്ടിയിൽ എന്ന പ്രദേശത്ത് എത്തിച്ചേരുന്നത്. സഹകരണ രംഗത്ത് 3 പതിറ്റാണ്ട്, പൊതുപ്രവർത്തന രംഗത്ത് 4 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം. വ്യവസായിയാണ്, സഹകാരിയാണ്, രാഷ്ട്രീയ നേതാവാണ്. തുണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് സണ്ണി പേരാവൂർ എന്ന പൊതുപ്രവർത്തകനെ തേടിയാണ് ഞങ്ങൾ തുണ്ടിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സഹകരണ പ്രസ്ഥാനങ്ങൾ 100 കണക്കിനുണ്ടല്ലോ നാട്ടിൽ, എന്തുകൊണ്ട് സണ്ണിയെ തേടി വരുന്നു എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, തകർന്നു പോയ മറ്റൊരു സഹകരണ പ്രസ്ഥാനത്തെ കൂടി ചേർത്തു പിടിച്ച ഒരു സഹകാരി. പൂളക്കുറ്റി സർവീസ് സഹകരണ ബാങ്ക് അത് തകർച്ചയിലേക്ക് നേരിട്ട് 6 കോടിയുടെ ബാധ്യതയുള്ള ആ സ്ഥാപനം തകർന്നപ്പോൾ അതിനെ ഇങ്ങ് ചേർത്ത് പിടിക്കുക, അതിൻ്റെ നിക്ഷേപകർക്കൊക്കെ പണം കൊടുക്കുക, പിന്നെ ഒരു ഗ്രാമത്തെ ക്ഷീര ഗ്രാമമായി ഉയർത്തുക, നിർധനരായ മനുഷ്യരെ തേടിയെത്തി അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷണത്തിനുള്ള വകകൾ എത്തിച്ചു കൊടുക്കുക. ഈ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ കാണുന്നത് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്ന ചില മനുഷ്യരെ നമ്മൾ കാണുക. ബിസിനസ് ചെയ്ത് പണം സമ്പാദിച്ച് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുക, ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി 3ാം ടൈമും തിരഞ്ഞെടുക്കുക. ഇന്നത്തെ കാലത്ത് സഹകരണ പ്രസ്ഥാനത്തിന് അമരക്കാരായി 5 വർഷം കൂടുമ്പോൾ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ആളുകളുണ്ട്. MVR ഹോസ്പിറ്റലിൻ്റെയൊക്കെ അമരക്കാരനായിരിക്കുന്ന അങ്ങനെ ചില ആളുകളുണ്ട്. മലയോരത്ത് തുണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അമരക്കാരനായിരിക്കുന്ന സണ്ണി പേരാവൂരിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മലയോരത്തിൻ്റെ വികസനത്തിൽ ഈ സഹകരണ പ്രസ്ഥാനം നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ്, കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം കർഷകർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, സണ്ണി പേരാവൂർ എന്ന പൊതുപ്രവർത്തകൻ രൂപപ്പെട്ടത് എങ്ങനെ, സണ്ണി ജോസഫിൻ്റെ മണ്ഡലത്തിൽ സണ്ണി പേരാവൂരിലൂടെ ഇന്ന് നമ്മൾ സഞ്ചരിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം സണ്ണി പേരാവൂരിന് സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സണ്ണി, ഞങ്ങളുടെ ഈ സക്സസ് സ്റ്റോറി ടീം ഞങ്ങളിപ്പോൾ ഒരു 150-180 എപ്പിസോഡ് 200ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഒക്ടോബർ ആകുമ്പോൾ അടുത്ത മാസം 200 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഞങ്ങളെപ്പോഴും വ്യത്യസ്തരായ മനുഷ്യരെ, ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത വിജയം നേടിയ മനുഷ്യരെ തേടി പോകുന്നതിനിടെ താങ്കളെക്കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും. അപ്പോൾ താങ്കളെ അന്വേഷിച്ചപ്പോൾ കേട്ടു 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മോര് വിറ്റ് ബിസിനസ് രംഗത്തേക്ക് വന്ന ഒരാളാണ്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നേറിയ ഒരു പൊതുപ്രവർത്തകനാണ് എന്ന്. അപ്പോൾ സണ്ണി അറിയണമെങ്കിൽ ആദ്യം സണ്ണി ആരാണെന്നറിയണം, സണ്ണി എവിടെയാണ് ജനിച്ചതെന്നറിയണം. എവിടെയായിരുന്നു സണ്ണിയുടെ ജനനം? എൻ്റെ ജനനം പേരാവൂര് തുണ്ടിയിൽ എന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ, ഈ നാട്ടിൽ തന്നെ. മാതാപിതാക്കൾ പാല കാഞ്ഞിരപ്പള്ളി ആ ഭാഗത്തു നിന്നാണ് ഇവിടെ മൈഗ്രേറ്റ് ചെയ്തത്. ഏത് ഇയറിലാണ് മാതാപിതാക്കൾ ഇങ്ങോട്ട്? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പാണോ നിങ്ങളിവിടെ? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മലബാറിലേക്ക് വന്നു. മാതാപിതാക്കൾ അവർ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയായിരുന്നു. എപ്പോഴാണ് അവർ പറഞ്ഞ കഥയനുസരിച്ച്? മലബാറിലേക്ക് വന്നതിന് ശേഷമാണ് അമ്മ ചുങ്കക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മയുടെ വീട്. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ സിറിയക് മാത്യു, അമ്മ മേരി. അതെ, സിറിയക് മാത്യു മേരി ദമ്പതികളുടെ മകനാണ്, മൂന്നാമത്തെ മകൻ. അച്ഛൻ എന്തായിരുന്നു ജോലി? കർഷകനായിരുന്നു. എന്താണ് ചെയ്തിരുന്നത് അച്ഛൻ്റെ? നിങ്ങളുടെ ഓർമ്മയിൽ അച്ഛൻ ചെയ്തിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണ്? അച്ഛൻ ചെറിയ കൃഷിപ്പണികളായിരുന്നു ഞങ്ങൾക്ക് അന്ന് കൊട്ടിയൂരൊക്കെ ഉണ്ടായിരുന്ന കാലത്തുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം വളരെ നിർധനരായ ഒരു കുടുംബമാണ് ഞങ്ങളുടെ. അതിൽ പശു വളർത്തൽ, പിന്നെ അങ്ങനെ ചെറിയ രീതിയിലുള്ള കോഴി വളർത്തൽ, വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച ഒരു കുടുംബത്തിൽ. എന്താണ് ഇന്നത്തെ കാലത്ത് പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരാൾ രൂപപ്പെടുന്നതിന് അവൻ്റെ ബാല്യകാലം
അതൊരു വലിയ ഘടകമാണ്. ഒരുത്തൻ്റെ സർവകലാശാല എന്ന് പറയുന്നത് അവൻ്റെ വീടാണ്. അപ്പോൾ മാതാപിതാക്കൾ ആ കാലഘട്ടത്തിൽ നിങ്ങൾ മക്കളെ എങ്ങനെയാണ് ശരിക്ക് വാർത്തെടുത്തത്? ഞങ്ങളുടെ വീട് ചെറിയൊരു പുല്ലിട്ട വീട്, പുല്ലുമേഞ്ഞ വീട്, ഒരു 20 സെൻറ്റ് സ്ഥലം. 20 സെന്റ് സ്ഥലത്ത് പുല്ല്, എന്ത് പുല്ലാണോ? പുല്ലുമേഞ്ഞ വീട്, വൈക്കോൽമേഞ്ഞ വീട്ടിൽ അന്ന് ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ 8 വയസ്സിൻ്റെ ഇളയതാണ് എൻ്റെ ഒരു പെങ്ങളുണ്ടായത്, 8 വയസ്സിന്. അതിനുശേഷം അനുജൻ അമ്പിളി എന്ന് പറഞ്ഞ ഇളയ അനുജനുണ്ടായത്. നോബിൾ. അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞു. സഹോദരങ്ങൾ മൂത്തയാളുടെ പേര്, മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് മാത്യു എന്നാണ് വിളിക്കുന്നത്. തങ്കച്ചൻ എന്നാണ്. എന്താണ് ജോലി അദ്ദേഹത്തിന്? അദ്ദേഹവും കൃഷിപ്പണിയൊക്കെ തന്നെ. ഇപ്പോൾ ബിസിനസ് ചെറിയ രീതിയിലൊക്കെ, മക്കളൊക്കെ അദ്ദേഹത്തിന്റെ പുറത്താണുള്ളത്, വിദേശത്താണ്. രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ പേര് ജോർജ് എന്നാണ്, സോമി എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുന്നു അദ്ദേഹം? പുള്ളി ചെറിയ കൃഷി മേഖലയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. മൂന്നാമത്തെ ആളാണ് അതെ. എഡ്ഡൂരാണ് എൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത്. ബിന്ദു എന്നാണ് അവളുടെ പേര്. ഇളയ അനുജന്റെ പേര് നോബിള്, വിളിക്കുന്ന അമ്പിളി. നിങ്ങൾ മൊത്തം 6 പേര്, 5 മക്കൾ. മൊത്തം 5 മക്കളാണ്. 4 ആണും ഒരു പെണ്ണും. ഈ ബാല്യകാലമൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓർമ്മയിൽ? ഓർമ്മ വരുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ? എൻ്റെ ഓർമ്മ വരുമ്പോൾ എൻ്റെ വീട് പുല്ലിട്ട വീട്. അന്ന് കൃഷി എന്ന രീതിയിൽ പശു വളർത്തലാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു വരുമാന മാർഗം. അച്ഛനും അമ്മയും കഠിനാധ്വാനം ചെയ്യും. ഈ മക്കൾക്ക് വേണ്ട ആഹാര സാധനങ്ങൾ, പശുവിൻ്റെ പാല് വിറ്റാണ് ഞങ്ങൾ വളർന്നത്. ക്ഷീര കർഷകരാണ് കുട്ടിക്കാലത്ത്. അവിടെ നിന്ന് എൻ്റെ വിദ്യാഭ്യാസം ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വിഷൻ ഇങ്ങനെ ചിന്തിക്കും. ഈ 7ാം ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചത്? ഈ തൊണ്ടി UP സ്കൂൾ. 7ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസവും ആ കാലഘട്ടത്തിലെ ജീവിത രീതികളും എങ്ങനെയായിരുന്നു? ജീവിത രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കഷ്ടപ്പാടാണ്. ഒരു വീട്ടിൽ അരിയുള്ള വീടുകളും വളരെ കുറവുള്ള കാലഘട്ടം അത്. ഞാനൊക്കെ സ്കൂളിൽ വളരെ പ്രയാസപ്പെട്ട്. അത് പറയണം സണ്ണി, കാരണം അറിയണം പുതിയ തലമുറ. ഒരു സണ്ണി രൂപപ്പെട്ടത് പെട്ടെന്ന് ഒരു ദിവസം രൂപപ്പെട്ട സണ്ണി അല്ല. എന്തായിരുന്നു അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത് വീട്ടിലേക്ക്, സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ? സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങും. എന്നിട്ട് അരി വാങ്ങിയാൽ ആ അരി രാവിലെ കഞ്ഞി വെച്ച് തരും അമ്മ. അപ്പോൾ ആ കഞ്ഞി വെച്ച് കുടിക്കുന്ന സമയത്ത് ഉച്ചയ്ക്കത്തെ സ്കൂൾ ഭക്ഷണം എന്താണത്? അന്ന് സ്കൂളിൽ ഉപ്പുമാവാണ്. ആ ഉപ്പുമാവാണ് ഉച്ചഭക്ഷണം. നിങ്ങളുടെ സഹോദരങ്ങൾ ഒരുമിച്ചാണോ സ്കൂളിലേക്ക് പോകുന്നത്? അതെ. വസ്ത്രമൊക്കെ, യൂണിഫോമൊക്കെ ഉണ്ടോ അന്നത്തെ കാലത്ത്? ഇല്ല, യൂണിഫോം ഒന്നും ഇല്ലാത്ത കാലഘട്ടം. വസ്ത്രമൊക്കെ ഒരു വർഷം ഒരു വസ്ത്രം, അല്ല 2 വസ്ത്രം. വർഷത്തിൽ ഒരു തവണയൊക്കെ ക്രിസ്മസിന് മറ്റും എടുത്തു. അത്രേ ഉള്ളൂ. 7ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ പഠിക്കുന്നു. 7ാം ക്ലാസ് വരെ UP സ്കൂളിൽ. അന്ന് ശരിക്കും ആശ്രയിക്കുന്നത് സ്കൂളിലെ ഉച്ചഭക്ഷണത്തെ തന്നെ. ഉച്ചഭക്ഷണമാണ് പ്രധാനമായിട്ടും. ഉച്ചഭക്ഷണം സ്കൂൾ ഭക്ഷണമാണ്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ ഈ കൃഷി ചെയ്തിരിക്കുന്ന കാച്ചില്, ചേന, കപ്പ മക്കളെ പട്ടിണി കിടത്തിയല്ല അച്ഛനും അമ്മയും. അത് കഷ്ടപ്പാടാണെങ്കിൽ രാത്രി ഭക്ഷണം ഉള്ളതൊക്കെ വളരെ വൃത്തിയായി മക്കൾക്ക് തരും. ചേമ്പും കാച്ചിലും കപ്പയൊക്കെ ആണെങ്കിലും അരി ഒക്കെ ആണെങ്കിലും അത് വൈകുന്നേരത്തെ ഭക്ഷണം വളരെ ഭംഗിയാക്കി തരും. അതവിടെ ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന P. ഹരീന്ദ്രൻ, CPM-ൻ്റെ നേതാവാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ചേമ്പ് പുഴുങ്ങിയത് തിന്നിട്ട് ഈ ചേമ്പ് താളുപയോഗിച്ച് കറി വെച്ചിട്ട് തൊണ്ട ഇങ്ങനെ ചൊറിയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് പഴയ കാലത്ത് അങ്ങനെ. ഇന്ന് ചേമ്പിൻ്റെ തണ്ട് കറി വെച്ച് കൂട്ടിയിട്ടുണ്ടോ? ചേമ്പിൻ്റെ തണ്ട്, മത്തയുടെ ഇല, അന്നത്തെ ഭക്ഷണം. മത്തേൻ്റെ ഇല, ചേമ്പിൻ്റെ താള്, ചേമ്പിൻ്റെ അതൊക്കെയാണ് അന്നത്തെ കറികൾ, പച്ചക്കറികളിലുള്ള. ഇന്നത്തെ ഭക്ഷ്യവസ്തുക്കളൊന്നും തന്നെയാണ് ഈ എല്ലാം ഞങ്ങളുടെ 20 സെന്റ് സ്ഥലത്തിൻ്റെ അകത്താണ് ഇതെല്ലാം കൃഷി ചെയ്തത്. 20 സെന്റ് സ്ഥലത്ത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയെ ആശ്രയം. റേഷൻ കട കിട്ടുന്ന അരി ആശ്രയം. എന്നാലും മറ്റേ നല്ല അരിയും വാങ്ങും. ഫാദർ അന്ന് റേഷൻ കടയിലെ അരി മോശമായിരുന്നു ആ കാലത്ത്. ആ കാലത്ത് റേഷൻ കടയിൽ പച്ചരിയാണ്. ഇന്നത്തെ പോലത്തെ വരുന്ന കാലം. ഈ പച്ചരി ഉപയോഗിച്ചാണ് കഞ്ഞിയെല്ലാം വെച്ച്. അന്ന് ചെറുപ്പകാലത്തിൽ ഞങ്ങൾക്ക് തരുന്ന പഞ്ഞി വെച്ച് തരുന്ന ഭക്ഷണത്തിൽ അത് തേങ്ങയൊക്കെ ഇട്ട് കഞ്ഞിയൊക്കെ വെച്ച് അമ്മ വളരെ വൃത്തിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരും. സ്വാദിഷ്ടമാണ്. അതേക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? അമ്മ അച്ഛൻ അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോൾ? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ 92 വയസ്സ്. 92 വയസ്സ്. അമ്മ മരിച്ചിട്ട് 5 വർഷമായി. എന്താണ് അച്ഛനും അമ്മയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ചിന്ത, ഒരു ബോധം, ഒരാലോചന, അറിവ്? അമ്മയാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്. വിശ്വാസം, കടുത്ത വിശ്വാസം. അപ്പം അമ്മ ഞങ്ങളോട് ചെറുപ്രായത്തിൽ പറയും, മക്കളെ ദൈവത്തോട് ചോദിച്ചാൽ എന്തും തരും. അതിന് നമ്മൾ തിരിച്ചു കൊടുക്കണ്ട, പലിശ കൊടുക്കണ്ട.
അതാണ് അമ്മയുടെ ഒരു Concept. വേദവാക്യം. വേദവാക്യം. ദൈവം നമുക്ക് എന്തും തരും. തരും, ഒന്നും തിരിച്ചു കൊടുക്കണ്ട, പലിശയും കൊടുക്കണ്ട. നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണമെന്ന് അമ്മ പറയാറ്? സത്യസന്ധമായി ജീവിക്കണം, മറ്റുള്ളവരെ. ഇതിലും വലിയൊരു മോട്ടിവേഷൻ വേറെ ഇല്ലല്ലോ. റോൾ മോഡൽ അമ്മയാണ് അമ്മ, അല്ലേ? 7ാം ക്ലാസ് പഠനത്തിന് ശേഷം 7ാം ക്ലാസ് പഠനകാലത്ത് അന്ന് ഈ പറഞ്ഞ ഒരുപാട് കുട്ടികൾ മുഴുവൻ ആശ്രയിക്കുന്ന ഭക്ഷണം ഈ സ്കൂളിലെ ഉപ്പുമാവ് ഭക്ഷണം തന്നെയാണ്. വളരെ ഒരു 1000 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 100 കുട്ടികളോ 200 കുട്ടികളെ ചോറ് കൊണ്ടുവരുന്ന കുട്ടികളുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ ഇല മുറിച്ച് ഇലക്കകത്ത് ഈ ഉപ്പുമാവ് വാങ്ങിച്ച് കഴിക്കും. വൈകുന്നേരങ്ങളിലാകുമ്പോൾ കുട ഉള്ള കുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും. അത് വാഴയില മുറിച്ച് പോകുന്ന കുട്ടികളുണ്ട്. വാഴയില മുറിച്ചാണ് കൊടയാക്കി പോകുന്നത്. അങ്ങനെ പോകുന്നത് അല്ല, ചേമ്പിൻ്റെ ഇല കൊടയാക്കി പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എപ്പോഴും മനസ്സ് എന്നും ഗ്രൗണ്ട് ടു എർത്ത് ആയിരിക്കും. യെസ്, ഭൂമിയോട് ചേർന്നേ നിൽക്കൂ. എത്രയേ ഉള്ളൂ. ഈ 7ാം ക്ലാസ്സിന് ശേഷമുള്ള പഠനം 8ാം ക്ലാസ്സിൽ തുണ്ടി ഹൈസ്കൂൾ പഠിച്ചു. ഇത് വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ സ്കൂളിൽ? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ തുണ്ടിയിൽ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ സ്കൂൾ. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ചു ഇവിടെ. അപ്പോൾ എൻ്റെ പഠനം കുറച്ചുകൂടെ നന്നാകണം. അതിനുവേണ്ടി എന്നെ SSLC പഠിക്കാനായിട്ട് ഇവിടുന്ന് 15 കിലോമീറ്റർ അകലെയുള്ള കൊട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് IGM സ്കൂൾ ഹൈസ്കൂളിലേക്ക് എന്നെ കൊണ്ടുചേർന്നു. ഒത്തിരി കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന ഒരു സ്കൂളാണത് ഇപ്പം. അപ്പോൾ കൊട്ടിയൂർ ഹൈസ്കൂളിലേക്ക് എന്നെ SSLC. തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള വിദ്യാലയങ്ങളാണ്. ഇപ്പം വയനാട്ടിലേക്ക് മാനന്തവാടി രൂപത കൊട്ടിയൂർ മാറി, പേരാവൂരെന്നും ഇവിടെ തന്നെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് സ്വന്തമായി പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത. ട്രൗസർ ഉടുപ്പ് എൻ്റെ സ്വന്തം എനിക്ക് വാങ്ങിക്കണം. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീടിൻ്റെ പുറകുവശത്തുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ വാടകയ്ക്ക് വാരത്തിന് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളരി കൃഷി നടത്തി. അന്ന് 35 രൂപ വെള്ളരിക്ക വിറ്റിട്ട് ഞാൻ പൈസ വാങ്ങി, സ്വന്തമായിട്ടുണ്ടായി. ആ പൈസയ്ക്ക് ഞാൻ ഷർട്ടും ട്രൗസറും വാങ്ങി. അവിടുന്ന് ബുക്കുകൾ വാങ്ങി. 12 വയസ്സിൽ. അവിടുന്ന് 8ാം ക്ലാസ് പഠനം, 9ാം ക്ലാസ് പഠിത്തം. ഇൻസ്ട്രുമെന്റ് ബോക്സും ചെരുപ്പും അതെല്ലാം വാങ്ങുന്ന പരിപാടി ഉണ്ടോ? അന്നൊന്നുമില്ല. ഒന്നുമില്ല. അത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ല, കളർ ബോക്സ് ഇല്ല. അന്ന് ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ വിരലിലുണ്ടാവുന്ന കുട്ടികൾക്കേ ഉള്ളൂ ഈ പെൻസിലും പേനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ എൻ്റെ വിഷനിൽ പഠനം എൻ്റെ ചിന്തയിലില്ല. കാരണം ദാരിദ്ര്യം വീട്ടിൽ. പഠിക്കണ്ട, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, അധ്വാനിക്കണം, പണം ഉണ്ടാക്കണം. അങ്ങനെ SLC 10ാം ക്ലാസ്സിലേക്ക് എന്നെ പഠനത്തിനുകൊണ്ട് നിർത്തിയപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞത്, അമ്മച്ചി എന്നെ വിടണ്ട, ഞാൻ പഠിക്കുകയില്ല. പക്ഷേ പഠിച്ചു. പക്ഷേ മാർക്ക് വളരെ കുറവായിരുന്നു എനിക്ക്. SSLC എനിക്ക് 4 മാർക്കായിട്ടുണ്ടായിരുന്നു. മാത്സിന് 4 മാർക്ക്. ടോട്ടൽ മാർക്ക് 92 മാർക്ക് എൻ്റെ SSLCക്ക്. 600 മാർക്ക്. അതെ അതെ. അങ്ങനെ പഠിത്തം രണ്ടാമത് തന്നെ SLCക്ക് പരീക്ഷ എഴുതിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പോവുകയില്ല, ഞാൻ പഠിക്കുകയില്ല. അങ്ങനെ അപ്പോൾ തന്നെ വയസ്സ് 16ആയി. 1 വർഷമൊക്കെ വീട്ടിലുള്ള അമ്മയുടെ കൂട്ടത്തിലും അച്ഛൻ്റെ കൂട്ടത്തിലും കൃഷി കാര്യങ്ങളിലും ഈ പശു വളർത്തൽ, പന്നി വളർത്തൽ, കോഴി വളർത്തൽ, ആട് വളർത്തൽ, ഈ 20 സെൻറ്റ് സ്ഥലത്ത് റോഡിൽ കൂടെയാണെന്ന് ഇതുങ്ങളെ അഴിച്ച് തീറ്റി വയറ് നിറച്ച് കൊണ്ടി കെട്ടേണ്ട കാലം. അങ്ങനെ 17ാമത്തെ വയസ്സിൽ സ്വന്തമായി ബിസിനസ് ചെയ്യണം ഒന്നുകൂടെ. അങ്ങനെ ഞാൻ പശു വളർത്തൽ എരുമ കൃഷിക്ക് ഇറങ്ങി തിരിച്ചു. അങ്ങനെ സണ്ണി 17ാം വയസ്സിൽ എന്ത് പണിക്കാണ് ഇറങ്ങി പുറപ്പെടുന്നത്? എരുമ കൃഷി, പാൽ വ്യവസായത്തിൽ തന്നെ പോകാം. അതെങ്ങനെ എരുമ കൃഷിയിലേക്ക്? എൻ്റെ വീട്ടിൽ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടു വളർന്ന ബിസിനസ് അതാ. എരുമയാണ്. പശുവുണ്ട്, എരുമയുണ്ട്. ഈ പശു എരുമ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പശുവിന് പാലിന് വില കൂടുതൽ, എരുമയ്ക്ക് പാലിന് വില കൂടുതൽ കിട്ടും. എരുമപ്പാലിന് വില കൂടുതൽ. ഇപ്പോഴും എരുമയൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ. എരുമ വളരെ കുറഞ്ഞു. ഈ കൃഷി രീതി നിന്നുപോയി. അന്നത്തെ കാലത്ത് ഈ എരുമയെ വെള്ളത്തിലിടണം, തണുപ്പിക്കണം, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ആ കൃഷിയില്ല. ഇന്ന് എല്ലാ വീടുകളും പശു വളർത്തൽ മാത്രമേ ഉള്ളൂ ഇന്ന്. അങ്ങനെ എരുമപ്പാലിന് വില കൂടുതലുണ്ട്. ഞാൻ എരുമേനെ ലോണ് വീട്ടിലൊരു ഒരു എരുമ വാങ്ങിച്ചു തരേണ്ട സാമ്പത്തിക സ്ഥിതി ഇല്ല. അന്ന് ഈ 17 വയസ്സിൽ ആരാ ലോൺ തന്നത്? അന്ന് എനിക്ക് 17 വയസ്സിൽ ലോൺ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ ഈ ചെറുപ്പകാലത്ത് 2 ലിറ്ററോ 5 ലിറ്ററോ പാല് കൊണ്ട് കൊടുക്കുന്ന സൊസൈറ്റിയിൽ അന്നത്തെ സെക്രട്ടറി നാരായണൻ എന്ന് പറഞ്ഞ നാരായണേട്ടൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സണ്ണിക്ക് ലോണ് തരാം. 10 എരുമേനെ ഈ സൊസൈറ്റി ലോൺ കൊടുക്കുന്നുണ്ട്. 10 എരുമ. അതിൽ 1 സണ്ണിക്ക് തരും. പക്ഷെ സണ്ണിക്ക് ലോണ് തരണേ സണ്ണിൻ്റെ അച്ഛൻ്റെ പേരിൽ ലോണ് തരുള്ളൂ.
അപ്പോൾ അത് അച്ഛനെ കൂട്ടി വരണം. അങ്ങനെ ഞാൻ ചാച്ചനുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു ഇതൊക്കെ നടക്കുമോ? അപ്പോൾ എന്നോട് പറഞ്ഞു നടക്കും. ഞാൻ പറഞ്ഞു നടക്കും. അങ്ങനെ എന്നോട് ഞാൻ തന്നെ നേരിട്ട് അന്നത്തെ മാനേജർ, സിൻഡിക്കേറ്റ് ബാങ്കാണ്, അന്നത്തെ മാനേജർ തോമസ് എന്ന് പറഞ്ഞ സാറാണ്. ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു, അന്ന് ഞാൻ ടൗസറാണ്, 17 വയസ്സ് ഞാൻ ടൗസറായിട്ടിരിക്കുന്നത്, മുണ്ടെടുക്കുന്ന കാലമായിട്ടില്ല, വലിപ്പം കുറവായി എനിക്ക്. അങ്ങനെ ഞാൻ തോമസ് സാറിനെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫാദറുടെ പേര് ലോണ് തരാം, 3000 രൂപ ലോണ്. അങ്ങനെ 10 ലോണുകൾ മേടിച്ച് 30,000 രൂപയ്ക്ക് 10 എരുമയെ മേടിക്കാൻ പൊള്ളാച്ചിയിലേക്ക് പോവാം ഞങ്ങൾ. 17 വയസ്സിന് 10 എരുമകൾ. 10 എരുമകൾ സൊസൈറ്റിയിലെ 10 എരുമ, അതിൽ ഒരു എരുമ എനിക്ക് വാങ്ങാൻ നിങ്ങൾ പോവാണ്. 17 വയസ്സ് പോവാണ്. 17 വയസ്സ് തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ഉണ്ടായിരുന്നു. ആദ്യത്തെ തമിഴ്നാട് യാത്ര. പൊള്ളാച്ചി യാത്ര എങ്ങനെ പോയത്? അപ്പോൾ ബസ്സിൽ യാത്ര, ട്രെയിൻ യാത്ര, പൊള്ളാച്ചിയിൽ ഇറങ്ങുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് എനിക്ക് ഈ എരുമേൻ്റെ കറവ എത്രയാണ്, എത്ര പാല് കിട്ടും എന്നുള്ള അറിവൊന്നും അന്ന് എനിക്കില്ല. പശു വളർത്തി ശീലമുള്ളൂ. ആരൊക്കെ കൂടെ ഉള്ളത്? എൻ്റെ കൂടെ ഈ നാട്ടിലുള്ള കർഷകരായ മറ്റ് 10-9 ആളുകൾ ഈ നാട്ടിലുള്ള. അങ്ങനെ കർഷകരായ 10 പേര് തുണ്ടിയിൽ നിന്ന് എരുമയെ വാങ്ങാൻ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന സംഘത്തിൽ 17കാരനായ നിങ്ങളുണ്ട്. ഞാനുണ്ട്. ഏറ്റവും ചെറുപ്പമുള്ളത് നിങ്ങളാണ്. ഏറ്റവും ചെറുപ്പം ടൗസറും ഉടുപ്പ് വിട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ ഞാനാണ്. ആ കാലത്ത് ട്രൗസറാണ് 17 വയസ്സ്. അത്ര പൊക്കമുള്ളൂ എനിക്ക് അതുകൊണ്ട്. പക്ഷെ ഇപ്പൊ നല്ല ഹൈറ്റ് വന്നു. അങ്ങനെ അവിടുന്ന് എനിക്ക് ഒരു ചേട്ടനോട് പറഞ്ഞു, ഒരു ചെരപ്പറമ്പ് പൗലോസ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ഇപ്പം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്കൊരു എരുമ ചേട്ടൻ നോക്കിയെടുത്ത് തരണം. അങ്ങനെ എരുമ എല്ലാവരും എടുത്തു. 10 എരുമ എടുത്തു. ഈ 10 എരുമയുടെ ക്ലാക്കളെ ഏറ്റവും ഫ്രണ്ടിൽ നാഷണൽ പെർമിറ്റ് ലോറിയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ കെട്ടും, കയറ് കെട്ടിയിട്ട് ഈ 10 എരുമേൻ്റെ കുട്ടികളെ ഇതിനകത്ത് ഇടും. കുട്ടികളുണ്ടോ? 10 എരുമയ്ക്ക് കുട്ടികളുണ്ടാവും. കറവയോടുകൂടി മേടിക്കുമ്പോൾ അതിന് കുട്ടികളുണ്ടാവും. ഈ 10 കുട്ടികളെ നോക്കാൻ ഒരു എരുമയ്ക്ക് ഒരു കുട്ടി, ഒരാളുണ്ട്. മൃഗങ്ങൾക്കെല്ലാം അങ്ങനെ ഉണ്ടായാല് വളരെ വളരെ റെയറായിട്ട് അങ്ങനെ കണ്ട്. ആടുകൾക്കുണ്ട്, പശു, എരുമ ആ വിഭാഗത്തിന് ഒറ്റ കുട്ടി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ പൊള്ളാച്ചിയിൽ നിന്ന് എരുമയൊക്കെ രാത്രിക്ക് എല്ലാവരും കെട്ടി രാത്രിക്ക് ഞങ്ങൾ യാത്ര ചെയ്യുക. യാത്ര ചെയ്ത് ഈ നാഷണൽ പെർമിറ്റ് ബോഡി ഈ ചാണകവും ഈ എരുമയുടെ മൂത്രമൊക്കെ ഇതിനകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പം ഞാനും ഈ 10 കിടാക്കളും ഈ ഫ്രണ്ടിലിരുത്തി ബാക്കി 5 എരുമേനെ 10 എരുമേനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി അവരെ നോക്കാം. ഒരാളെ നിർത്തി ഒരു ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കുറേ ആളെ ബസ്സിന് കയറ്റി വിട്ടു. ഒരു 4 ആളുകൾ ഈ നാഷണൽ പെർമിറ്റ് വണ്ടീൻ്റെ ക്യാബിൻ്റെ അകത്ത് കയറിയിരുന്നു. 4 പേര് ക്യാബിനിൽ. പുറത്തൊരാൾ എരുമയെ നോക്കാൻ ഒരാൾ, ഈ കുട്ടിയെ നോക്കാൻ എന്നെ. നിങ്ങൾ പുറത്താണുള്ളത്? ഞാൻ പുറത്താണുള്ളത്. അതൊരു വല്ലാത്ത യാത്രയാണ്. അപ്പൊ ഞാൻ ചെറുതായതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ ഇതിനാ നോക്കിക്കോണം, നമുക്ക് ഇവരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നല്ലേ, ഇവർ പറയുന്ന അനുസരിക്കണമല്ലോ. കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ എരുമ കുട്ടികളെ നോക്കിയിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് പൊള്ളാച്ചിയിലെത്തി നേരം വെളുക്കാറായപ്പോൾ എൻ്റെ ഇന്നത്തെ ഓർമ്മ എൻ്റെ ശരിയാണെങ്കിൽ ഈ തിരുനാവായോ കടൽ അങ്ങനെ ഒരു വലിയ ഇങ്ങോട്ട് എത്തിയോന്ന് എനിക്ക് സംശയം. വലിയൊരു വെളിച്ചമായി, ഒരു 7-8 മണിയായി. എരുമയൊക്കെ ഇതിനെ നിർത്തി ഇവരെല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ എരുമ കുട്ടികളോട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമോ നിങ്ങൾ. അങ്ങനെ എരുമ കുട്ടികൾക്കൊപ്പം ചാണകത്തിൽ ഇങ്ങനെ കിടന്നു. ഒരു 17 വയസ്സുള്ള ട്രൗസർ ഇട്ട ഒരു കുട്ടി. യെസ്. അങ്ങനെ ഇതിൻ്റെ ബോഡിയെല്ലാം ഇറക്കി ഇതിൻ്റെ വെള്ളമടിച്ചു, കഴുകി വൃത്തിയാക്കി, എൻ്റെ ടൗസർ ഉടുപ്പൊക്കെ മാറ്റി. അപ്പോൾ ഞാനിതിൽ കുളിച്ച് തല മാത്രം ഇതിനോട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കുളിച്ച് വൃത്തിയായി പുതിയ ഡ്രസ്സ് എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. അങ്ങനെ 17ാമത്തെ വയസ്സിൽ അടുത്ത മേഖലയിലേക്ക് ഞാൻ കടന്നതാണ്. ഈ എരുമ പശു പാല് വിൽപ്പനയായിട്ട്. അത് പിന്നെ 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു. 18 വയസ്സായപ്പോഴത്തേനും ചാച്ചൻ കള്ള് ഷാപ്പ് ലേലത്തിനെടുക്കുന്ന ചെറിയ പണിയിലേക്ക് കോൺട്രാക്ട് ബേസിലേക്ക് ചാച്ചൻ പോയി. ദാരിദ്ര്യത്തിൽ നിന്ന് പടിപടിയായി കയറാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ കാലത്ത് ചെറിയ നാട്ടിൻ പ്രദേശത്തൊക്കെ പഞ്ചായത്ത് വർക്കുകൾ, മൺപണികളാണ്, അത് ചാച്ചൻ മെല്ലെ കോൺട്രാക്ട് എടുക്കാൻ തുടങ്ങി. ഒരു 17 എൻ്റെ 17-18 വയസ്സിലൊക്കെ. അപ്പോൾ 15 വയസ്സിന് മുമ്പ് തന്നെ ചാച്ചൻ ചെറിയ രീതി ഇതിലേക്ക് തുടങ്ങി. ഈ കള്ള് ഷാപ്പ്, ചാരായ ഷാപ്പ് ജോലി ചെയ്യാൻ തുടങ്ങി. കള്ള് ഷാപ്പ് കൃഷി വിട്ട് ഞങ്ങൾക്ക് 9 വയസ്സ്, എനിക്ക് 14 വയസ്സൊക്കെ ആയപ്പോഴും ചാച്ചൻ മെല്ലെ ഈ രംഗത്തേക്ക് വന്നു. ഈ കള്ള് ഷാപ്പ്, ചാരായ ഷാപ്പ്, പിന്നെ കോൺട്രാക്ട് ബേസ് വർക്കുകൾ. അങ്ങനെ ചാച്ചൻ്റെ കൂടുതൽ ഞാനും പോവും. കള്ള് ഷാപ്പ് പോയിരിക്കും, പട്ട ഷാപ്പിൽ പോയിരിക്കും.
ഈ റോഡ് പണിയുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അമ്മ കഞ്ഞി വെച്ച് തരും, അല്ല കപ്പ വേവിച്ച് ഈ തരും. കള്ളുഷാപ്പിലൊക്കെ ആ പ്രായത്തിൽ പോയിരിക്കുമ്പം ഒരു ട്രാക്ക് തെറ്റാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ അച്ഛൻ നല്ല പൊതുസമൂഹത്തിനോട് നല്ല സമീപനമാണ്. അപ്പം അമ്മ ഇവിടെ വടിയായിട്ടാണ് നിൽക്കുക. ഒരു തെറ്റോ കുറ്റോ ചെയ്തിട്ട് അമ്മ കിട്ടിയിട്ടുണ്ടോ നല്ല അടി അമ്മയുടെ? അടി ഒരിക്കലും മറക്കാത്ത അടി ഏതാണ് അമ്മയിൽ നിന്ന് കിട്ടിയത്? ഞങ്ങൾ സഹോദരങ്ങൾ വഴക്ക് കൂടി കഴിഞ്ഞാൽ അമ്മേൻ്റെ ഏറ്റവും വലിയ ശിക്ഷണം മുറ്റത്തേക്ക് നിർത്തും. മുട്ടുമ്മൽ മുട്ടുകുത്തി ചരലെടുത്തും അവിടെ നിന്നാണ് അടി കൂടിയാൽ. ആത്മബന്ധം പുലർത്തേണ്ടവരാണ് നിങ്ങൾ തമ്മിൽ തല്ലരുത്. ഏറ്റവും വലിയ ശിക്ഷ അതിനായിരുന്നു അല്ലേ? അവിടെ വെയിലത്ത് അവിടെ നിർത്തും. ഈ സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള ആ സമയത്തുള്ള ഒരു അന്നത്തെ ആ ബന്ധത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാ? പട്ടിണിയാണേലും ഒരുമിച്ച് കിടക്കും. ദാരിദ്ര്യവും പട്ടിണിയും എപ്പം വന്നാലും ഒരുമിച്ച് ഒറ്റ മനസ്സ്. ഒരു പാത്രത്തിൽ അന്ന് ഞങ്ങളെയൊക്കെ വെല്ലം കിട്ടുവാണെങ്കിൽ 3 അന്ന് 5 ആക്കി മുറിക്കും, അല്ലെങ്കിൽ 3 ആക്കി മുറിക്കും. ഒരു വെല്ലക്കഷ്ണം അപൂർവമാണ്. വെല്ലം മേടിച്ചു വെക്കും. ചാത്തൻ വെല്ലം കൊണ്ട് കൊടുക്കും. അപ്പോൾ വെല്ലം തന്നാൽ ഇന്ന് ഒരു വെല്ലം ഒരു ആണിക്കല്ല ഒരു കഷ്ണം തരും. അന്ന് അമ്മ ഇത് മുറിച്ച് തരും. ഒരാൾക്ക് ഒരു കഷ്ണം, അത് 3 ആക്കും. ഒരു മുട്ടായി കിട്ടിയാൽ 3 ആൾ ഒരുമിച്ച് കഴിക്കണം. ഞായറാഴ്ച ദിവസം എല്ലാ ഞായറാഴ്ച ഇറച്ചി മീനും ചാത്തൻ സംഘടിപ്പിച്ചു. അത് പട്ടിണി ഈ ആഹാരം നന്നായി കൊടുക്കാനായിട്ട് ചാത്തൻ ശ്രമിക്കും. അത് നന്നായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും ഞങ്ങൾ ഈ പശു വളർത്തലും ആട് വളർത്തലും ഈ നാട്ടിൽ ഈ സമൂഹത്തിലുള്ള ചെറുപ്പക്കാരായ മക്കൾ വന്നാൽ എൻ്റെ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒപ്പം ഇരുത്തും മക്കളെ. ബാക്കി അയൽവാസികളെ ഞങ്ങൾ ഒരു 4-5 കുട്ടികളുണ്ടാവും വേറെ. ഒരുമിച്ച് ഒരു ഭക്ഷണം തരുള്ളൂ. എന്നാൽ എൻ്റെ മക്കൾക്ക് രാത്രിക്ക് കൊടുക്കാം. രാത്രി പട്ടിണിയാണ്, എല്ലാവരും പട്ടിണി കിടന്നിട്ടുണ്ടോ നിങ്ങൾ ശരിക്കും? പട്ടിണി കിടന്നിട്ട് അതിൻ്റെ ഒരു ഓർമ്മ പറഞ്ഞാട്ടെ. ഏറ്റവും വിശന്നിട്ട് ഇങ്ങനെ ദൈവമേ ഇത് എന്താണ് ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് തോന്നി അത്രമാത്രം ചിന്തിക്കുന്നില്ല. വാട്ടുകപ്പയുള്ള കാലമാണ് കപ്പ. ആ വാട്ടുകപ്പ രാവിലെ എന്ത് അങ്ങനെ ഒരു പട്ടിണി വിശപ്പിന് അങ്ങനെ നമുക്ക് ഇന്നതേ കഴിക്കാവുള്ളൂ ഇന്നതൊന്നും ഇല്ല. അല്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കഴിക്കാം അല്ലേ? ഈ വാട്ടുകപ്പയൊക്കെ സ്റ്റോക്ക് ചെയ്തു അതൊക്കെ എല്ലാ വർഷത്തേക്ക്. വാട്ടുകപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ കട്ട് ചെയ്തിട്ട് ഉണക്കി സൂക്ഷിക്കുന്ന സംഭവം. ഇന്നും അതൊക്കെ ഉണ്ടോ? ഇന്നത്തെ തലമുറയ്ക്ക് സാൻഡ്വിച്ചും നൂഡിൽസും മറ്റേ ബർഗറും എന്റെ വീട്ടിൽ തന്നെ ഇത് വേണമെന്ന് വെച്ചാൽ എന്റെ മക്കൾ അങ്ങനെ ഈ പശു വളർത്തല് എരുമ വളർത്തലിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ മെല്ലെ ഈ കള്ളുഷാപ്പ് പട്ടഷാപ്പ് മേഖലയിൽ കടന്നു. ചാത്തൻ്റെ കൂടെ തന്നെ ഞാൻ പോകും. അപ്പോൾ അച്ഛൻ്റെ കൂടെ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും വൈകുന്നേരം ചാത്തനോട് 8 മണിക്കേ വരുള്ളൂ. എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ഉണ്ടാവും. പക്ഷേ അതിലെല്ലാം ചാത്തൻ്റെ കൂടെ എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത് ഞാനായിരിക്കും. ഈ പണിക്കൊക്കെ പോകും, എല്ലാത്തിനും ഞാൻ റെഡിയായിരിക്കും. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ തൊണ്ടി ടൗണിൽ ഒരു ബേക്കറി ജ്യേഷ്ഠൻ തുടങ്ങി. ആ ജ്യേഷ്ഠൻ്റെ കൂടെ ബേക്കറി കച്ചവടത്തിൽ ഞാൻ. എന്തായിരുന്നു ബേക്കറിയുടെ പേര്? ബിന്ദു കൺഫെഷനറി. ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ഈ ബിന്ദു ആരാണ്? എൻ്റെ പെങ്ങളെ പേരിൽ. അതെ, ഒരു ബേക്കറി തുടങ്ങി. ഒറ്റപ്പെങ്ങള്. അവളുടെ പേര് ബിന്ദു എന്നാണ്. ബിന്ദുവിന്റെ പേരിൽ ബിന്ദു ബേക്കറി നിട്ടു. പിന്നെ അത് വേറെ ഒരു ചെറിയൊരു സ്റ്റാൾ ബിന്ദു കൺഫെഷനറി, ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൂടെ ആക്കി. സഹോദരിയുടെ പേരിൽ ഇതെല്ലാം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വളരെ സ്നേഹത്തിലും ഐക്യത്തിലും. അപ്പോൾ എൻ്റെ 8 വയസ്സിന് ഇളയതാണ് പെങ്ങള്. അതിൻ്റെ 3 വയസ്സിൻ്റെ ഇളയതാണ് അനുജൻ. ഇന്ന് ഞങ്ങൾ 5 മക്കളുണ്ട്. അമ്മ മരിച്ചിട്ട് 5 വർഷമായി. ആ ഒരു കാലഘട്ടത്തിൽ ബന്ധവും സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് നിലനിർത്തുന്നുണ്ട്. അതിന്റെ ടെക്നിക്ക് ഒന്ന് പറഞ്ഞു തരണം. സണ്ണിയോട് ചോദിച്ചാലോ, സണ്ണി എങ്ങനെയാണ് താങ്കളിൽ ഒരു പൊതുപ്രവർത്തകൻ രൂപപ്പെടുന്നത്? കുടുംബം പോറ്റണം, പൈസ ഉണ്ടാക്കണം, അച്ഛനെയും അമ്മയെയും മക്കളെ അനിയന്മാരെല്ലാം നോക്കണം എന്നതിനപ്പുറത്തേക്ക് താനൊരു സാമൂഹ്യ പ്രവർത്തകനാകണം എന്ന തോന്നൽ ആദ്യമുണ്ടായത് എപ്പോഴാണ്? 1979-80 കാലഘട്ടത്തിൽ അതിൻ്റെ SSLC പഠനം പൂർത്തിയാക്കി. പിന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത് നിർത്തി. ഒരു സങ്കടമില്ല. എൻ്റെ പൊതുവിദ്യാഭ്യാസം ഒരു മീറ്റിങ്ങിൻ്റെ അത് ഞാൻ പറഞ്ഞത്, ഒരു തിരുവനന്തപുരത്ത് ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ, കേരള ബാങ്കിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും ബഹുമാനായ ഗോപി കോട്ടമുറിക്കൽ സാർ ഇരിക്കുന്നൊരു മീറ്റിങ്ങിൻ്റെ അകത്ത് അവിടെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, മിസ്റ്റർ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖല എവിടെയായിരുന്നു, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എവിടെയായിരുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ യൂണിവേഴ്സിറ്റി പേരാവൂർ എന്ന സ്ഥലത്താണ്. യൂണിവേഴ്സിറ്റി ക്യാപിറ്റൽ എവിടെയാണ്? പേരാവൂർ. എൻ്റെ പേരാവൂരാണ് ഞങ്ങളുടെ നാടറിയപ്പെടുന്നത്. തൊണ്ടിയിൽ പ്രദേശമാണ് അറിയപ്പെടുന്നത്. തൊണ്ടിയിൽ എന്നറിയില്ല, പേരാവൂർ. അപ്പോൾ യൂണിവേഴ്സിറ്റി മീൻസ് പേരാവൂർ യൂണിവേഴ്സിറ്റി. അതെ സാർ, എൻ്റെ യൂണിവേഴ്സിറ്റി പേരാവൂരാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു കൺഫ്യൂഷനായി. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു, മലയാളിയാണ്, തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൻ്റെ അകത്ത്. അപ്പോൾ
ഞാൻ പറഞ്ഞു, സാർ ഈ യൂണിവേഴ്സിറ്റി 2 തരത്തിലാണെന്ന് പറഞ്ഞു. എൻ്റെ യൂണിവേഴ്സിറ്റി പബ്ലിക്കാണെന്ന് പറഞ്ഞു. അതെന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ യൂണിവേഴ്സിറ്റി അറിവ് കിട്ടുന്നത് 2 തരത്തിലുണ്ട്. പ്രാക്ടിക്കലുണ്ട്, തിയറി ഉണ്ട്. ഞാൻ പ്രാക്ടിക്കലുള്ള അങ്ങനെ അവിടെ അത് 1987 കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കേരള കോൺഗ്രസ് അല്ലേ? അല്ല, ഈ മേഖലയിൽ നമ്മുടെ ജിമ്മി ജോർജിൻ്റെ ഫാദർ KPCC, അദ്ദേഹം ഇവിടുത്തെ KPCC മെമ്പറായിരുന്നു, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്. പിന്നെ അതിലൂടെ ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് കുട്ടിച്ചേട്ടൻ എന്നാണ്, താഴത്ത് വിട്ട് കുര്യൻ അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ കൊല്ലരിക്കൽ പാപ്പച്ചൻ ചേട്ടനുണ്ട്, ഒരു അപ്പച്ചൻ ചേട്ടൻ, പോണാട്ട് അപ്പച്ചൻ ചേട്ടൻ. അതിലൂടെ ചേർന്ന് നിന്നൊരു അതുപോലെ ഒരു കിണറ്റിയേറെ കുഞ്ഞാട്ടൻ. എൻ്റെ ഏജിൽ ഒരു 18, 20, 22 കാലഘട്ടത്തിൽ ഈ തൊണ്ടി പ്രദേശത്ത് ഏറ്റവും രാഷ്ട്രീയ ലീഡർഷിപ്പ് വരാം, എല്ലാ വിഷയങ്ങളും ഇവർ ഇടപെടുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പം ഞാൻ ഇവരിലേക്ക് കണ്ണു ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മേഖല CPM ഭരിക്കുന്നൊരു കാലഘട്ടമുണ്ട്, ഈ മേഖലയല്ല. അപ്പോൾ എൻ്റെ ചിന്ത വന്നു, എൻ്റെ അച്ഛൻ പണ്ട് CPM പാർട്ടിയിലായിരുന്നു. അപ്പോൾ CPM പാർട്ടിയിൽ പോകുമ്പോൾ ഒരു വളർച്ച എൻ്റെ മനസ്സിൽ, ബിസിനസ്സാണ് എൻ്റെ മൈൻഡിൽ കയറുന്നത്. അതിലൊരു വളർച്ച ഞാൻ കാണുന്നില്ല. ബാക്കി കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു വളർച്ച ഞാൻ കാണും എൻ്റെ ചെറുപ്രായത്തിൽ. ഇപ്പം എൻ്റെ വിഷൻ ബിസിനസ്സിൽ ഈ പാർട്ടിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇവർ വളരാനുള്ള സാഹചര്യം, എന്താണ് ഈ അടിത്തറ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക, ഇവരോട് ചേർന്ന് നിൽക്കാം. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഇവരോട് ചേർന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമായി. അങ്ങനെ 1987 ഏറ്റവും ചെറിയ 87 ആകുമ്പോൾ എനിക്ക് 64, 20, 84, 3, 23 വയസ്സിൽ എന്നെ തൊണ്ടിയിൽ എല്ലാവരും ഒരു എതിരില്ലാതെ തന്നെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുക. ആദ്യമായിട്ട് ബൂത്ത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൂത്ത് പ്രസിഡൻ്റായ സമയത്ത് പിന്നെ ഞാൻ ഈ വീടല്ല, എൻ്റെ തറവാട് വീട് തൊട്ട് താഴെയാണ്. ബിസിനസ്സിലേക്ക് രംഗത്തേക്ക് കിടക്കുവാണ് ഞാൻ, പുതിയ ബിസിനസ്സിലേക്ക്. അന്ന് ഞാൻ പച്ചക്കറി കച്ചവടം, ബേക്കറി, പിന്നെ അനാദി കച്ചവടം. അപ്പോൾ അനാദി കച്ചവടത്തിന് പൈസ ഇല്ല. ആ കാലത്ത് കടം കൊണ്ടായാൽ ആളുകൾ തിരിച്ചു തരാൻ സാധിക്കുന്നില്ല. ഒന്ന് ചെയ്താൽ ഞാൻ ഫെയിലറാവുക. ഞാൻ പച്ചക്കറി കച്ചവടം ചെയ്താൽ ഫെയിലറായി. നവാസ് സാറിൻ്റെ നാട്ടിൽ തലശ്ശേരി പ്രദേശത്ത് വന്നിട്ടാണ് ഞാൻ പച്ചക്കറി എടുക്കുക. ആ മാർക്കറ്റിൽ നിന്ന് ഈ മുട്ട കച്ചവടം ചെയ്യും ഞാൻ. അന്ന് ആ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് മുട്ട ചുമന്ന് ഞാൻ 300 മുട്ടയാണ് ഒരു പാക്കിംഗ് ആയി വരും, 10 ട്രേ. ആ 300 മുട്ട ഈ 23 വയസ്സോളം 2 ട്രേ 600 മുട്ട എടുക്കാൻ പറ്റിയല്ല. അപ്പോൾ ഒന്ന് ഞാൻ തോളിൽ വെച്ചിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വെക്കും. അന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് പച്ചക്കറി മാർക്കറ്റിൽ എൻ്റെ പേടി ഇതെടുത്തിട്ട് അടുത്തവനെടുത്ത് പോകുമെന്നാണ് എൻ്റെ പേര്. അങ്ങനെ പച്ചക്കറി കച്ചവടം ചെയ്യുന്നു, മുട്ട കച്ചവടം ചെയ്യുന്നു, പിന്നെ വാഴ കൃഷി നടത്തുന്നു. ഈ നാട്ടിലെ സ്ഥലങ്ങളെല്ലാം ഞാൻ വാരത്തിനടുത്ത് വാഴ നടും. അങ്ങനെ വാഴ കൃഷി നടത്തുന്നു, നേന്ത്രവാഴ കൃഷി. അങ്ങനെ എല്ലാം എടുക്കും ഈ പണി. അന്ന് എനിക്ക് വേറെ ബിസിനസ് മേഖലയിലേക്ക് തിരിഞ്ഞിട്ടില്ല. അങ്ങനെ 1987 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ബൂത്ത് പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് എടയാർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ചാരായ ഷാപ്പ് ജോലി കിട്ടുക. ഈ കച്ചവടം എല്ലാം ചെയ്യുന്നു. ബൂത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഈ 80-85 കാലഘട്ടത്തിലെല്ലാം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കൃഷി ഒരു ബിസിനസ് ഫെയിലറായി ഞാൻ വീട്ടിലിരിക്കുകയല്ല, അടുത്ത പണിയിലെടുക്കും. അപ്പോഴത്തേക്കും പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. 87 പൊതുപ്രവർത്തനം വരുന്നു. രാത്രി കാലങ്ങളിലെല്ലാം വീടുകളിൽ ആൾ വരും. എന്നെ ആശുപത്രി കേസ്, പോലീസ് സ്റ്റേഷൻ, പിന്നെ മരണങ്ങൾ, തൂങ്ങിയ മരണങ്ങൾ, സൂയിസൈഡ്, ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ ഞാൻ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ 100% ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യും. ആ ബോഡിയാണെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടേ അവിടെ ശ്മശാനം എവിടെയാണോ അവിടെ, പള്ളിയിലാണെങ്കിൽ അവിടെ കൊണ്ട് അടക്കി മുഴുവൻ ജോലി തീർത്തിട്ട് എൻ്റെ വീട്ടിലെത്തുള്ളൂ ഞാൻ. അപ്പോൾ എൻ്റെ അമ്മ അതിനൊന്നും എതിരില്ല, അച്ഛനും എതിരില്ല. ഈ രംഗത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് എൻ്റെ അച്ഛനും അമ്മയും എനിക്കെതിരെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ബിസിനസ് കൃഷിയിൽ നിന്ന് മാറി മെല്ലെ ഒരു ചാരായ ഷാപ്പ് ജോലി കിട്ടി. 8 മാസം കൊണ്ട് തൊണ്ടി ഹൈസ്കൂളിലൊരു, അന്ന് നയനാർ മന്ത്രിസഭയുള്ള കാലമാണ്. അന്ന് 87 അല്ലേ, ആ കാലഘട്ടത്തിൽ എൻ്റെ ഷോപ്പ് ലൈസൻസ് ഇല്ലാണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരായ ഷാപ്പിലാണ് ജോലി കിട്ടിയത്. സമരം നടത്തുന്നു. അതിന് ലീഡർഷിപ്പിൽ ഞാൻ നിൽക്കുന്നു. KSUവിനെ ജയിപ്പിക്കുന്നു. തൊണ്ടിയിൽ നിന്ന് പേരാവൂരിലേക്ക് പ്രകടനം നടത്തുന്നു സ്കൂൾ കുട്ടികളുമായിട്ട്. പേരാവൂർ സമരം നടത്തി CPMൻ്റെ ഓഫീസിന് മുന്നിൽ പോയി മുദ്രാവാക്യം വിളിക്കുന്നു.
ഇന്ന് ഞങ്ങൾ CPM ആയിട്ട് നല്ല ബന്ധത്തിലാണ്. ഇന്ന് രാഷ്ട്രീയപരമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി, ഞാൻ ക്ലിയർ കോൺഗ്രസ് ആണെങ്കിലും എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളോട് ഞാൻ സൗഹൃദം പുലർത്തുന്നു. നല്ല സൗഹൃദം. അന്ന് ചെറുപ്പത്തിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്ന കാലത്ത് ഞാൻ CPMന്റെ ഓഫീസിൻ്റെ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ച് തിരിച്ച് ഞാൻ ചെല്ലുമ്പോൾ ആ ഷാപ്പ് പൂട്ടി. എൻ്റെ പണി പോയി. അങ്ങനെ ആ പ്രസ്ഥാനം പൂട്ടി. വീണ്ടും ഞാൻ ഏത് മേഖലയിലേക്ക് തിരിയുന്നില്ല. 87 തീർന്ന ഷാപ്പ് പൂട്ടി. പിന്നെ 92, 93 കാലഘട്ടം വരെ ഞാൻ ഈ പണികളും അന്വേഷിച്ച് നടക്കലാണ്. ജോലി തേടി എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷികളും മറ്റ് സാധനങ്ങളും എടുക്കുന്നു, വിൽപ്പന നടത്തുന്നു, ഇങ്ങനെ മാറി മാറി ബിസിനസ് ബേക്കറി നടത്തുന്നു, അതിൽ പരാജയപ്പെടുന്നു. അനാദി കച്ചവടം നടത്തുന്നു, അത് പരാജയപ്പെടുന്നു. മുട്ടക്കച്ചവടം നടത്തുന്നു, അത് പരാജയപ്പെടുന്നു. പച്ചക്കറി കൃഷി ഇടുന്നു, അത് പരാജയപ്പെടുന്നു. അപ്പോൾ എൻ്റെ പരാജയത്തിൽ നിന്ന് ഞാൻ തോറ്റു കൊടുക്കുകയല്ല. പരാജയത്തിൽ ഞാൻ ലക്ഷ്യം കാണുന്നിടം വരെ മുന്നോട്ട് പോകും. പിന്നെ ഒരു ദിവസവും ഞാൻ പള്ളിയിൽ കുർബാന കൂടാതിരിക്കുകയല്ല. ദൈവമായിട്ട് അടുപ്പം. അമ്മ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളെ ഈ ദാരിദ്ര്യമുള്ള കാലഘട്ടത്തിൽ എല്ലാ ദിവസവും പള്ളി കൊണ്ടുപോകും, കുർബാന കൂടണം മക്കൾ. അമ്മ കുട്ടിക്കാലം മുതലേ മക്കളെ നിർബന്ധമായിട്ടും വൈകുന്നേരം 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും രാവിലത്തെ പള്ളിയിൽ വിശുദ്ധ കുർബാനയും പങ്കെടുക്കണം. ഇതാണ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ആ ചിട്ടയിൽ ഞങ്ങൾ പിന്നെ വളർന്നു. പിന്നീട് എല്ലാ ദിവസങ്ങളും പള്ളിയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാ ദിവസവും കിടക്കാൻ പറ്റും. ആരൊക്കെയാണ് വൈദികരായിട്ടുള്ള ആളുകളെന്ന്? ആരൊക്കെയാണ്? എൻ്റെ ചെറുപ്രായത്തിലുള്ള വൈദികർ ഇവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്രായത്തിലുള്ള മരിച്ചുപോയ ഫാദേഴ്സ്, ഒരു പുത്തേറ്റ് അച്ഛനുണ്ടായിരുന്നു. പിന്നെ നടുവിലേക്കുറ്റ്, ഇന്നത്തെ പള്ളി പണിത് അഗസ്റ്റിൻ നടുവിലേക്കുറ്റ് അച്ഛൻ. പിന്നീട് വന്നിരിക്കുന്ന പിന്നെ നമ്മുടെ വള്ളോപ്പള്ളി പിതാവ് ആന്റണി മുതൂന്നൊന്നും അല്ലല്ലോ, ന്യൂജൻ. ഇപ്പോഴത്തെ ഈ വള്ളോപ്പള്ളി പിതാവൊക്കെ ആയിട്ട് അന്ന് കണ്ടിരുന്നോ? അങ്ങനെയൊക്കെ ഇല്ല. വള്ളോപ്പള്ളി പിതാവിനോടൊക്കെ ഉള്ള പ്രായം നമുക്കില്ല, അവരോട് അടുക്കാനുള്ള പ്രായമില്ല. അബ്രഹാം പോണാട്ട് പിന്നെ നിങ്ങളുടെ നാട്ടുകാരൻ കൂടി അടുത്ത ബന്ധമായി. അതുപോലെ അബ്രഹാം തോണിപ്പാറ അച്ഛൻ. ഇത് ഈ പറയുന്ന ജോലി, ഈ പല ജോലിയും ചെയ്ത് എപ്പോഴാണ് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് ബിസിനസ്? 1993 കാലഘട്ടം. ഏതിലേക്കാണ് കിടക്കുന്നത്? 1993 കാലഘട്ടം എൻ്റെ ഏറ്റവും വലിയ ബിസിനസ് രംഗത്തെ ഗുരു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മടത്തിനാമറ്റത്തിൽ നിന്നാണ്. അദ്ദേഹം ജിയോസാൻ്റെ ഡോണറാണ്. അദ്ദേഹവും ഞാനും 1987 കാലഘട്ടം മുതൽ എടയാർ എന്ന പ്രദേശത്ത് ചാരാ ഷാപ്പിൽ ജോലി ചെയ്യുന്നതിന് ശേഷം അദ്ദേഹത്തിന് വിറകിൻ്റെ കച്ചവടമാണ്. അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും, വിറക് കച്ചവടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ചെല്ലും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറാണ്. അങ്ങനെ എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നു. ഞങ്ങൾ രണ്ടും വിറക് കച്ചവടത്തിന് പോകുന്നു. ഞങ്ങൾ ഈ തലശ്ശേരി, പാനൂര്, പന്തക്കൽ, തങ്കച്ചനും ജോർജ് ചേട്ടനും ആങ്ങള പെങ്ങൾ മക്കള്. ജോർജ് ചേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ് തങ്കച്ചൻ. അവര് ആങ്ങളുടെ പെങ്ങളുടെ മക്കൾ. അവരെല്ലാം ജിയോസാൻ ബ്രാൻഡ് തന്നെയാണ്. അതെ, അവർ രണ്ടാളും കൂടിയാണ് ജിയോസാൻ. നിങ്ങൾ എന്നിട്ട് എന്തിലേക്ക് കിടക്കുന്നത്? എന്നെ ഈ ജോർജ് ചേട്ടൻ്റെ കൂടുതൽ 5 വർഷക്കാലം ഞാനിങ്ങനെ നടക്കുമ്പോൾ ഈ രംഗങ്ങളെല്ലാം നടക്കുന്നു. 93 കാലഘട്ടമായപ്പോൾ ജോർജ് ചേട്ടൻ എന്നോട് പറയുന്നു, അന്ന് ജോർജ് ചേട്ടൻ ജിയോസാൻ്റെ ഒക്കെ തുടങ്ങുന്ന മട്ടന്നൂർ കർഷക തുടങ്ങുന്നു. ഒരു മട്ടന്നൂർ കാതറാജി എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ, കാതറാജി മുഹമ്മദാജിയെ കൂടുതൽ കർഷക തുടങ്ങുന്നു. 3 സ്റ്റാർ ഇത് നടക്കുന്നു. ആ കാലഘട്ടത്തിൽ എന്നോട് പറയുന്നു, നിനക്ക് ഈ ഒരു മേഖല, നീ രാഷ്ട്രീയത്തിലുണ്ടല്ലോ, എൻ രാമകൃഷ്ണൻ ലേബർ മിനിസ്റ്ററാണ്, അപ്പോൾ നീ പറ്റുമെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു, ലാഭകരമാണ്, അധ്വാനിക്കാൻ നീ തയ്യാറാണ്. അങ്ങനെയാണ് ക്രഷർ ലോകത്തേക്ക് എത്തുന്നത്. നമുക്ക് സണ്ണിയിലെ ബിസിനസ്സുകാരനെ ഒന്ന് പെട്ടെന്ന് അറിഞ്ഞാലോ? അങ്ങനെ ക്രഷർ തുടങ്ങുകയാണ്. ആദ്യം തുടങ്ങിയ ക്രഷറിലേക്ക് എങ്ങനെയാണ് വരുന്നത് പെട്ടെന്ന്? ഈ പറഞ്ഞ ജോർജിന്റെ ഒരു നിർദ്ദേശത്തിനനുസരിച്ച് ക്രഷർ സ്ഥാപിക്കുകയാണോ ചെയ്തത്? ക്രഷർ ഇരിട്ടി എന്ന പ്രദേശത്ത് ഞങ്ങൾ 5 ആൾ കൂടിയിട്ട്. ആരൊക്കെയായിരുന്നു 5 പേർ? എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡോക്ടർ വി രാമേന്ദ്രൻ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാമൂട്ടിൽ കുഞ്ഞാട്ടൻ, PK ജനാർദ്ദനൻ. തലശ്ശേരിയുള്ള ജനാർദ്ദനൻ അല്ല, പിന്നെ പൂക്കോത്ത് അബൂബക്കർ. അങ്ങനെ ഞങ്ങൾ 5 ആൾ കൂടിയിട്ട് അവിടെ കർഷക വ്യവസായം തുടങ്ങി. പിന്നെ 2 വർഷം കൊണ്ട് അത് ബിസിനസ് എല്ലാം വളരെ മോശമായി. ബാക്കി ഷെയറുകാരെല്ലാം പിരിഞ്ഞു. ഞാനും രാമേന്ദ്ര ഡോക്ടറുമായി. രാമേന്ദ്ര ഡോക്ടറുടെ അടുത്ത് പിന്നീട് കാലഘട്ടത്തിൽ രാമേന്ദ്ര ഡോക്ടർ ഷെയർ ഒഴിവായി. പിന്നീട് ഞാൻ ഒറ്റയ്ക്കായി. ഞാനും എൻ്റെ അനുജനും സഹോദരങ്ങളുമാണ് ഇപ്പോൾ ഇരിട്ടി 5 സ്റ്റാർ. ഇപ്പോൾ ഇരിട്ടി 5 സ്റ്റാർ കർഷകർ ഞാൻ എൻ്റെ സ്വന്തം. അതുകൂടാതെ കൊട്ടിയൂർ മെറ്റൽസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അത് ഈ എടയാർ ജോർജ് ഏട്ടൻ്റെ അനുജൻ തോമസും ഞാനുമായിട്ട് ഷെയർ. ഇപ്പം ഞാനും തോമസുമായിട്ട് ചെറുപുഴ പഞ്ചായത്തിൽ ഒരു കർഷകരുണ്ട്.
ശ്രീകണ്ഠാപുരം പഞ്ചായത്തിലൊരു ക്വാറിയൻ്റെ ക്രഷറുണ്ട്. എത്ര തൊഴിലാളികളുണ്ട്? ഇപ്പം എല്ലാം കൂടെ ഒരു 500ഓളം തൊഴിലാളികൾ. 500ഓളം തൊഴിലാളികൾ നിങ്ങളെ ആശ്രയിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ, ബിസിനസ് രംഗത്ത് ഉയർന്നു. നിങ്ങൾ എപ്പോഴാണ് പൊളിറ്റിക്സിൽ കൂടുതൽ സജീവമായി വന്നത്? എങ്ങനെയാണ് പിന്നെ ഞാനൊരു ഈ ബൂത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് പിന്നെ എങ്ങോട്ടാണ്? പിന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് ഈ മേഖലയല്ല, എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പുകളെ വലിയ ഗ്രൂപ്പിന് ശക്തമായ പ്രദേശമാണ് മലയോര. ശരിക്കും മലയോര മേഖല എൻ്റെ ബഹുമാന്യരായ ഇങ്ങോട്ട് വരില്ലല്ലോ. എൻ്റെ ബഹുമാന്യരായ ലീഡർഷിപ്പ് എല്ലാം എ ഗ്രൂപ്പുകാരായിരുന്നു. ഈ ജോർജ് വക്കീൽ സാറും കുട്ടിച്ചേട്ടനും ഈ പറഞ്ഞ കുഞ്ഞാട്ടനും ഒക്കെ എ ഗ്രൂപ്പുകാരായിരുന്നു. പക്ഷെ അവിടെ എന്നെ കെ പ്രഭാകരൻ എന്ന് പറഞ്ഞ എൻ്റെ ലീഡർ അദ്ദേഹം പറഞ്ഞു, സംഘടനാ തെരഞ്ഞെടുപ്പ് നീ മത്സരിക്കണം. ഞാൻ പറഞ്ഞു, ഇത് എ ഗ്രൂപ്പിൻ്റെ ഒരു പോക്കറ്റാണ്, ഇത് മത്സരിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, സണ്ണി മത്സരിക്കണം. അപ്പോൾ തോൽക്കാനായിട്ട് ഞാൻ പറഞ്ഞു തോക്കുവാണ് ഏറ്റവും ലീഡർഷിപ്പിനോട് തോക്കണം. അന്ന് ഇവിടെ ബ്ലോക്ക് മണ്ഡലം ബൂത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, സംഘടനാ തെരഞ്ഞെടുപ്പിൽ. ഞാൻ പറഞ്ഞു, കുട്ടിച്ചേട്ടൻ എവിടെ നിൽക്കുന്നു അവിടെ ഞാൻ മത്സരിക്കുന്നു. എൻ്റെ ഏറ്റവും ആരാധനായ ഗുരുവിൻ്റെ അടുത്ത് അദ്ദേഹം എ ഗ്രൂപ്പില്, ഞാൻ ഐ ഗ്രൂപ്പ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഞാൻ പറഞ്ഞു സംഘടന തോൽക്കാനാ, ഞാൻ ജയിക്കാനല്ല, തോക്കാൻ വേണ്ടി കുട്ടിച്ചേട്ടനൊപ്പം ഞാൻ മത്സരിക്കും. അങ്ങനെ സംഘടനാ തലത്തിൽ വോട്ടെണ്ണ ഇപ്പം വൻ ഭൂരിപക്ഷത്തിൽ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ്, ഞാൻ DC. എനിക്ക് പൊളിറ്റിക്സിലേക്ക് അമിതമായ സമയക്കുറവുണ്ട്. എന്നെ DCസിന്റെ ഭാരവാഹിയാക്കാനോ ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോ അല്ലെ കെ സുധാകരേട്ടനോ എൻ്റെ പേരാവൂർ നിയോജകമണ്ഡലം MLA സണ്ണി ജോസഫ് അദ്ദേഹത്തിനോ ആരും എന്നെ മാറ്റി നിർത്തുന്നല്ല. ഇന്ന് ഈ മേഖലകൾ ഏതാവശ്യം വന്നാലും അദ്ദേഹം ഈ മലയോര മേഖല, ഈ കൊട്ടിയൂർ ഇങ്ങോട്ടുള്ള മേഖലകളിൽ ഈ രണ്ട് നേതാക്കന്മാരും എന്നെ ആവശ്യങ്ങൾക്ക് വിളിക്കാറുണ്ട്. അതെ, ഞാൻ DCC 1992 ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 93 തൊണ്ടി ബാങ്ക് തെരഞ്ഞെടുപ്പ് വരുന്നു. അന്ന് എ ഗ്രൂപ്പിൻ്റെ അടുത്താണ് ഈ ബാങ്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എ ഗ്രൂപ്പിൻ്റെ ബാങ്ക് തെരഞ്ഞെടുപ്പിലേക്ക് ഐയും എയും മത്സരിക്കുന്നു. അപ്പം ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത് പ്രസിഡൻഷിപ്പ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് മാത്യു തോമസ് എന്ന് പറഞ്ഞാൽ ഇടത്താഴം, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പം ഞങ്ങളൊരു അലയൻസ് ആക്കി, പാർട്ടി ഗ്രൂപ്പ് അറിയാതെ. ഞാൻ പറഞ്ഞു, നീ പ്രസിഡന്റ് ആയിക്കോ, നിൻ്റെ പ്രസിഡൻഷിപ്പ് എനിക്ക് വേണ്ട, എനിക്ക് സമയമില്ല. ഡയറക്ടർ ബോർഡിലേക്ക് 9 സീറ്റിൽ 4 പ്രസിഡന്റ് നിങ്ങൾക്ക്, ഭൂരിപക്ഷം ഞങ്ങൾക്ക്. എന്തെങ്കിലും നീ എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ ഉള്ളിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ നിന്നാൽ അന്ന് അട്ടിമറിക്കും. അപ്പം പുള്ളി പറഞ്ഞു എന്നെ പ്രസിഡന്റ് സ്ഥാനം മാറ്റി. അങ്ങനെ പുള്ളി പ്രസിഡന്റായി, ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡന്റുമായി. അങ്ങനെ തുടർന്ന് പോകുന്നു. എത്ര കാലമായി ആ പോസ്റ്റിൽ എത്തിയിട്ട്? ഇപ്പോൾ 93 മുതൽ ഇന്ന് വരെ ഞാൻ അവിടുന്ന് ഡയറക്ടറാണ്. 30 വർഷമായിട്ട് 32 വർഷമായിട്ട് തുണ്ടിയിൽ സർവീസ് ആണ് ഡയറക്ടറാണ്. ഇന്ന് വരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് 2014. 2014 ബാങ്ക് പ്രസിഡന്റ്ഷിപ്പിലേക്ക് വന്നു. ഇലക്ഷൻ കഴിഞ്ഞ് ഡയറക്ടേഴ്സ്, അന്ന് മാത്യു തോമസ് ആണ് അതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഞങ്ങൾ സൗഹൃദത്തിലാണ്. വീണ്ടും ഒരു സംഘടന രീതിയിൽ ഡയറക്ടേഴ്സ് വീണ്ടും പ്രസിഡന്റ്ഷിപ്പ് ഒന്ന് മാറണം. അങ്ങനെ എന്നെ പ്രസിഡന്റ് ആക്കുന്നു. എന്താണ് ഈ തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കിന് എത്ര ശാഖകളുണ്ട്? തൊണ്ടി സർവീസ് ബാങ്കിന് ഒരു ശാഖയുണ്ടായിരുന്നു, നെടുമ്പോയിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ പൂളക്കുറ്റി സർവീസ് സഹകരണ ബാങ്ക് കൂടെ എൻ്റെ ശാഖയായി ഏറ്റെടുത്തു. പൂളക്കുറ്റി സർവീസ് ഇതിനകത്ത് മെർജ് ചെയ്തു. എന്താണ് നിങ്ങളുടെ ബാങ്കിന്റെ പ്രധാന പരിപാടികൾ? ഈ 1993 ഞാൻ ഡയറക്ടർ ബോർഡ് വന്നെങ്കിലും 2014 പ്രസിഡന്റ് ആയപ്പോൾ എൻ്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു. എന്തൊക്കെയാണ് നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ? ഞാൻ ആദ്യമായിട്ട് ജീവനക്കാരെ വിളിച്ചിട്ട് ഈ ബാങ്കിൻ്റെ കടബാധ്യത, ഓവർഡ്യൂ, ലോൺ ഔട്ട്സ്റ്റാൻഡിങ്, അത് ഞാൻ മീറ്റിംഗ് നടത്തിയപ്പോൾ ഈ ബാങ്കിൽ 20 കോടി രൂപ ഡെപ്പോസിറ്റും 20 കോടി രൂപ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങും. ഡെപ്പോസിറ്റിൽ 7 കോടി രൂപ ബാങ്കിൽ നഷ്ടം വന്നു. ഈ 60 കൊല്ലം കൊണ്ട് ഈ ബാങ്കിൽ ഈ 7 കോടി രൂപ ബാങ്കിലില്ല. നാളെ തൊണ്ടി ശമ്പളം തോന്നി. ഈ വർഷങ്ങൾക്ക് 60 വർഷത്തെ ശ്രദ്ധ കുറവാണോ എന്തോ HRY. അങ്ങനെ ഞാൻ ജീവനക്കാരോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഒരു മാറ്റം വരണം. നിങ്ങൾ അരമണിക്കൂർ രാവിലെ, അരമണിക്കൂർ വൈകുന്നേരം അധികം ജോലി ചെയ്യണം. സ്വാഭാവികമായിട്ടും ജീവനക്കാർക്ക് എന്നോട് ഈർഷ്യതയുണ്ടായി. ആ ഈർഷ്യത ഞാൻ പരിഗണന കൊടുത്തില്ല. ഞാൻ 6 മാസം നിങ്ങൾ എന്നെ അനുസരിക്കണം. 6 മാസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അനുസരിക്കും. 6 മാസം ഒരു ജീവനക്കാർ എന്നെ ഒരു മാനസികമായിട്ട്, പ്രത്യക്ഷത്തില്ലെങ്കിൽ മാനസികമായിട്ട് ഇഷ്ടക്കേടൊക്കെ വന്നെങ്കിലും 7ാമത്തെ മാസം സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചപ്പോൾ അവർ എന്നെ വാനോളം പൂഴ്ത്തി തുടക്കം വരുന്നു. നിങ്ങൾ ആ സ്ഥാപനം അങ്ങനെ കൊണ്ടു നടക്കുന്നു. ഈ പൂളക്കുറ്റി ഒരു തകർന്ന സഹകരണ സ്ഥാപനം ഏറ്റെടുക്കാൻ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാവും? ഞാൻ ടാർഗറ്റ് ഇടും സാർ. ടാർഗറ്റ് ഇടുന്നു 5 വർഷത്തെ ടാർഗറ്റ്. അപ്പോൾ എനിക്ക് വേറെ പ്രത്യേകത, ഞാൻ ആദ്യമായി മത്സരിക്കുന്ന സമയം കൊണ്ടൊന്നും എനിക്ക് നോമിനേഷൻ എതിരില്ല. കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന ഒരു ബാങ്കിൽ സാധാരണ എതിർ ഒട്ടനവധി CPM-ഉം BJP-യും മറ്റൊരു നോമിനേഷൻ കൊടുക്കും. ഞാനിപ്പോൾ 2 ടൈം കഴിഞ്ഞത് 3ാമത്തെ ടൈമിലേക്ക് പ്രസിഡന്റ് പദവി വരുമ്പോഴും
നോമിനേഷൻ കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ സർവ്വസമ്മതനായി മാറി എന്ന് രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ മതത്തിനെയും ജനങ്ങളെയും പബ്ലിക്കിനെയും എപ്പോഴും ഞാൻ ഇന്നും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും സാധാരണക്കാരായ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ചേർന്ന് നിൽക്കുന്നതാണ് ഇഷ്ടം. ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രവർത്തനങ്ങൾ അപ്പോൾ ഞാൻ 20 കോടി എന്നുള്ളത് ഞാൻ ടാർഗറ്റ് ഇട്ടുവാണ്. അടുത്ത 5 വർഷത്തേക്ക് ഇത് 50 കോടി. ലോണാണുള്ള സാമ്പത്തികത്തിൻ്റെ സ്ഥിതി. ലോൺ കൊടുക്കുക, പലിശ വാങ്ങിക്കുക. അപ്പോൾ 50 കോടി. അപ്പോൾ പറഞ്ഞു ഈ മേഖല അതിനുള്ള ബിസിനസ് വരികയില്ല, ശ്രമിക്കാം. ഞാൻ ഈ 5 വർഷം കൊണ്ട് 50 കോടി 55 കോടിയാക്കി. രണ്ടാമത്തെ ടൈം മത്സരം വന്നു. രണ്ടാമത്തെ ടാർഗറ്റ് ഇടുവാണ് ഞാൻ 100 കോടി. 100 കോടി എത്തിയപ്പോൾ രണ്ടാമത്തെ 10 വർഷം 125 കോടിയായി. ബാങ്കിൻ്റെ 7 കോടി നഷ്ടം തീർന്നു. പ്രോഫിറ്റിലേക്ക് വന്നു. പ്രോഫിറ്റിലേക്ക് ബാങ്ക് ക്ലാസ് 3-ലായിരുന്നു, ക്ലാസ് 1-ലേക്ക് എത്തുന്നു. അതും മലയോരത്തൊരു ബാങ്ക് 125 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പൈസയല്ല, നഗരം പോലെയല്ല. ഈ 10 വർഷം ഭരിക്കുന്ന ഈ 10 വർഷം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. തൊണ്ടി കോപ്പറേറ്റീവ് ബാങ്ക് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ പാർട്ടി ഈ സഹകരണ പ്രസ്ഥാനത്തിനോടുള്ള ഒരു താല്പര്യം ഞാൻ കണ്ടത്, ഞാൻ കണ്ണൂർ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫയലിന് തടസ്സമില്ല, രാഷ്ട്രീയമില്ല. അതിനകത്ത് എന്തെല്ലാം സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റുമോ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ജോയിൻറ്റ് രജിസ്ട്രാളും അതിനോട് ചേർന്ന് സംവിധാനങ്ങളും. അങ്ങനെ ഈ പ്രദേശത്തുള്ള അവിടെ ആ പള്ളി, അവിടെ കൂളക്കുറ്റി ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലുള്ള ഫാദർ മാർട്ടിൻ അച്ഛൻ എന്നെ കാണാൻ വരുന്നു. സാധാരണക്കാരായ ജനങ്ങളാണ്, അവർക്ക് സാമ്പത്തിക ശേഷിയില്ല. അവരുടെ ഡെപ്പോസിറ്റ് മുഴുവൻ അവിടെ ഇട്ടുപോയി, അത് തകർന്നിരിക്കുന്നു. അങ്ങനെ കേരള ബാങ്കിലും ഒരു 3 കോടി രൂപയ്ക്കടുത്ത്, പബ്ലിക്കിന് 3 കോടി രൂപയ്ക്കടുത്ത് 6 കോടി രൂപയോളം ബാധ്യതയുണ്ട്. അതുകൊണ്ട് സണ്ണിച്ചേട്ടൻ ഈ ബാങ്ക് ഏറ്റെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്ക് സാധിക്കില്ല, കാരണം 6 കോടി രൂപ കടബാധ്യത. ഇപ്പം ഞാൻ ബാങ്ക് ലെവലിലേക്ക് എത്തുന്നേ ഉള്ളൂ. ക്ലാസ് 3 എന്നുള്ള ക്ലാസ് 1-ലേക്ക് എത്തി. ബാങ്കിന് നഷ്ടം തീർന്നു വരുന്നു. ഇനിയൊരു ബാധ്യത എടുക്കാൻ കഴിയുകയില്ല. പക്ഷേ വരുന്ന ആളുകൾ 10, 40, 50 ആളുകൾ ഡെപ്പോസിറ്റ് ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. സഹായിക്കണം. അപ്പോൾ എന്നെ കെ സുധാകരൻ MP സുധാകരനെ വിളിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ MLA സണ്ണി ജോസഫ് അദ്ദേഹം എന്നെ വിളിക്കുന്നു. അങ്ങനെ പള്ളിയിൽ അച്ഛൻ വിളിക്കുന്നു. നമ്മുടെ തലശ്ശേരി രൂപതൻ പിതാവ് പാമ്പ്ളാനി പിതാവ് വിളിക്കുന്നു. ഇവിടുത്തെ ഫാദർ തോമസ് കൊച്ചുകാരോട്ടച്ഛൻ വിളിക്കുന്നു. അങ്ങനെ സാമൂഹ്യ പ്രവർത്തകരായും പള്ളിയും സമൂഹത്തിലുള്ളവരും രാഷ്ട്രീയത്തിൽ CPM-ൻ്റെ ആളുകൾ വിളിക്കുന്നു. MP ജയരാജൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു. കോൺഗ്രസിൻ്റെ DC പ്രസിഡന്റ് വിളിക്കും. അങ്ങനെ എല്ലാ BJP നേതാക്കന്മാർ വിളിക്കും. സമ്മർദ്ദത്തിലാക്കും തന്നെ. അപ്പോൾ 18 19,000 രൂപ. അപ്പോൾ ഞാൻ കണ്ടീഷൻ, എൻ്റെ ബിസിനസ് അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി. ഇവരെല്ലാവരും വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലാഭത്തിൽ പകുതി ഇൻട്രസ്റ്റാണിത്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒഴിവാക്കാൻ മുതൽ തരും. അങ്ങനെ ഈ ജനങ്ങളെല്ലാവരും സമ്മതിക്കുന്നു. ഇൻട്രസ്റ്റ് വേണ്ട, ഞങ്ങൾക്ക് മുതൽ തന്നാൽ മതി. അതുപോലെ കേരള ബാങ്കുമായിട്ട് സംസാരിക്കുന്നു. നമ്മുടെ ബഹുമാനായ ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി വാസവ മിനിസ്റ്റർ തിരുവനന്തപുരത്ത് എല്ലാം പറഞ്ഞു. സഹകരണ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള സഹകരണ സെക്രട്ടറി ഉൾപ്പെടെ മിനി ആൻ്റണി ഉൾപ്പെടെയുള്ളവരെ ഇരുത്തുന്നു. നമ്മുടെ MLA അതിനകത്ത് ഏറ്റവും താല്പര്യമെടുത്ത് ഈ വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ MLA ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് മാക്സിമം ഇറങ്ങി പുറപ്പെടുകയാണ്. അതുപോലെ MP ഈ 2 ആളുകൾ എന്നെ സമ്മർദ്ദത്തിലാക്കുക, എടുത്തേ പറ്റുള്ളൂ. പാർട്ടി തലത്തിൽ സമ്മർദ്ദം രക്ഷപ്പെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഈ 2 ആളെ നിർബന്ധവും പിതാവിൻ്റെ നിർബന്ധവും എല്ലാം കൂടി ഏറ്റെടുക്കുന്നു. കേരള ബാങ്കുമായിട്ട് സംസാരിക്കാൻ തിരുവനന്തപുരത്ത് പോകുന്നു. കേരള ബാങ്ക് ഇൻട്രസ്റ്റിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറയുന്നു. ഇൻട്രസ്റ്റ് വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നു. ഞാൻ അവിടെ സംസാരിക്കാതിരുന്നു. അപ്പോൾ മിനിസ്റ്റർ മീറ്റിംഗ് ഇരിക്കുമ്പോൾ ചോദിച്ചു, തൊണ്ടി ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്തെങ്കിലും സംസാരിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ, എനിക്ക് സംസാരിക്കാനില്ല. കാരണം ഞാൻ പറഞ്ഞു നിയമത്തിലാണ് ഇവിടെ സംസാരിച്ചത് മുഴുവൻ, ഞാൻ നിയമത്തിന് വിട്ടിട്ടാണ് സംസാരിക്കേണ്ടത്. അത് ശരിയല്ല. അല്ല, പ്രസിഡൻ്റെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അഭിപ്രായം പറയണമെന്ന് ഞാൻ പറഞ്ഞു, പ്രാഥമിക സംഘങ്ങളെ സഹായിക്കാനാണ് ഈ കേരള ബാങ്ക് വേണ്ടത്. അപ്പം ഞങ്ങളെ സഹായിക്കേണ്ട ബാങ്ക് സാധാരണക്കാരായ പബ്ലിക് മുഴുവൻ ഇത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അവരുടെ ബാങ്ക് തയ്യാറാകുന്നില്ല. 5,000-10,000 കോടി ലാഭത്തിൽ സഹകരണത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ലോൺ കൊടുത്ത് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കിട്ടാത്തവരും നിങ്ങൾ കൃത്യമായിട്ട് കേരള ബാങ്ക് പലിശ വാങ്ങുന്നു. അവിടെ നിങ്ങളുടെ വിട്ടുവീഴ്ച, ഒരു പ്രാഥമിക സംഘത്തെ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് നീതി കിട്ടിയാൽ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല, അതാ സംസാരിക്കാത്തത്. മിനിസ്റ്റർക്ക് ഇഷ്ടക്കേട് വന്നു. മിനിസ്റ്റർ വളരെ അവരോട് പറഞ്ഞു, വിട്ടുവീഴ്ച ചെയ്തേ പറ്റുള്ളൂ, നിങ്ങളുടെ ആരോടാണോ വിളിച്ചോളുക, വിളിച്ച് വിട്ടുവീഴ്ച ചെയ്തോളൂ. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ അവർ പലിശയിൽ പകുതി പലിശ വേണം നിർബന്ധിച്ചു. അവസാനം ഈ കൊടുക്കാതിരുന്നാൽ ഈ സാധാരണക്കാരെ പാവപ്പെട്ട മനുഷ്യരുടെ ഈ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒടുവിൽ സമ്മതിച്ചു. ആ ബാങ്കിൻ്റെ മുഴുവൻ തുകയും
അവരുടെ കേരള ബാങ്കിൻ്റെ കൊടുത്തു, പബ്ലിക്കിൻ്റെ മുഴുവൻ തുകയും കൊടുത്തു തീർത്തു, ബാങ്ക് ഏറ്റെടുത്തു. ഇന്ന് അതിൻ്റെ മർജ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കുന്നു. ഇന്ത്യയിൽ വർക്ക് സഹകരണ രംഗത്ത് കുറച്ചുകൂടി ഉണ്ട്. എൻ്റെ പ്രദേശത്ത് ഈ ആളുകൾക്ക് കൃഷിക്കാരായ മേഖലയാണ് ഇത് മുഴുവന്. ഇവിടെ ഒരു ബാങ്കിൻ്റെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി. ആ ഔട്ട്ലെറ്റിൻ്റെ അകത്ത് കൃഷിക്കാരൻ്റെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബാങ്ക് വാങ്ങിക്കുന്നു. അവിടെ ഒരു ചുണ്ട് വാഴച്ചുണ്ട് കൊണ്ടുവന്നാൽ വാങ്ങിക്കും, കാന്താരി മുളക് കൊണ്ടുവന്നാൽ വാങ്ങിക്കുന്നു. A to Z കപ്പ, ചക്ക, കപ്പളങ്ങ. ക്ഷീരഗ്രാമ പദ്ധതിയെ പറ്റി ഉണ്ടാക്കിയിട്ടില്ല. ഈ കഴിഞ്ഞ 2025 മെയ് 31 ഞങ്ങളുടെ ബാങ്കിലെ ഒരു സ്റ്റാഫ് റിട്ടയർമെൻറ്റ് ഉണ്ടായിരുന്നു. ആ പുളക്കുറ്റി വെച്ചിട്ടൊരു മീറ്റിങ്ങിൻ്റെ അകത്ത് ഈ ആളുകൾ ഈ പ്രദേശത്തെ കണ്ടപ്പോൾ എനിക്കൊരു മനസ്സലിവ്. ഏത് തരത്തിൽ ഈ യാത്ര ഞാൻ ചിന്തിക്കുകയാണ്, ഏത് തരത്തിൽ ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഈ ലോൺ കൊടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കും. അവർ പലിശ കൊടുത്ത് വീണ്ടും വീണ്ടും അവർ കടക്കണിയിലേക്കാണ് പോകുന്നത്. ഈ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ മാർഗം എൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് ഇങ്ങനെയാണ്. ഒരു നാട്ടിൽ ഒരു 100ഓളം പശുക്കളെ ഈ ഒരു ക്ഷീരഗ്രാമ പദ്ധതി, ഇന്ന് ഞങ്ങളുടെ ഈ മേഖലകളിലൊക്കെ പാല് വാങ്ങുന്ന സൊസൈറ്റികൾ 43 രൂപയ്ക്കാണ് പാല് വാങ്ങുന്നത്. ആ 43 രൂപയ്ക്ക് പാല് വാങ്ങിയ കർഷകർക്ക് ഇതിൻ്റെ പിണ്ണാക്കോ കാലിത്തീറ്റയോ കൊടുത്താൽ ഇത് ലാഭകരമല്ലാത്തതുകൊണ്ട് ഈ വ്യവസായം നിന്നുപോയി. അപ്പോൾ നമ്മൾ മിൽമേനെ മറ്റ് പല മേഖലകളിലുള്ള പാലിനെ ആശ്രയിക്കുന്നു. ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 100 പശുക്കളെ ഈ മേഖലയിലേക്ക് ഞാൻ ലോൺ തരും. 12% ബാങ്കിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, 6% തൊണ്ടി കോപ്പറേറ്റീവ് ബാങ്ക് സബ്സിഡി. നിങ്ങൾ 6% പൈസ തന്നാൽ മതി. നിങ്ങളുടെ പാൽ മുഴുവൻ ബാങ്ക് സംഭരിക്കുന്നു. ഞങ്ങൾ ചീസായിട്ടോ വെണ്ണയായിട്ടോ പാലായിട്ടോ മോരായിട്ടോ തൈരായിട്ടോ കൊടുക്കും. നിങ്ങളറിയണ്ട. 43 10 രൂപ വർദ്ധിപ്പിച്ച് 53 രൂപ പാലിന് 10 രൂപ. അതാണ് പുതിയ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ വീട്ടിലേക്ക് താങ്കളുടെ അന്നം അടങ്ങിയ പലചരക്കടങ്ങിയ കിറ്റുകൾ എത്തുന്നു എന്നെല്ലാം കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പ്രോഗ്രാം എങ്ങനെയാ? അതെല്ലാം സാധാരണ ആളുകൾ ക്യൂ നിന്ന് ഇപ്പൊ പല പ്രമുഖരുടെ വീടുകളിൽ കാണാം, കിറ്റ് വാങ്ങാൻ ക്യൂ നിൽക്കുന്ന മനുഷ്യരെ കാണാം. നിങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു? ഞങ്ങളുടെ എൻ്റെ ഉള്ളിൻ്റെ ഒരു പോളിസി, ഞങ്ങളുടെ വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയരുത്. ഇതാണ് എൻ്റെ ഉള്ളിൻ്റെ. ഒരാൾക്ക് ചെയ്യുന്നത് നമ്മൾ മറ്റൊരാളെ കാണിച്ച് ചെയ്യരുത്. അപ്പോൾ ഈ നാട്ടിലൊക്കെ ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കുന്ന ആളെ പോയി കണ്ടെത്തണം. ആ മനുഷ്യരുടെ വീട്ടിൽ അവർ പോലും അറിയാതെ ഞങ്ങൾ കണ്ടെത്തും. സഹായം എത്തിക്കും. എൻ്റെ പാർട്ടി പ്രവർത്തകരുണ്ട്, എന്നോട് ചേർന്നിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ. അവർ വീട് കണ്ടെത്തി, പഞ്ചായത്ത് മെമ്പർമാർ, പാർട്ടി പ്രവർത്തകർ, അവർ വീട് കണ്ടെത്തി ഞങ്ങളൊരു സ്ഥലത്ത് സ്വരൂപിക്കുന്നു. ഓണമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ട അരി സാധനങ്ങൾ വിളിച്ച് ഏറ്റവും അവർ ഭംഗിയായി ഓണം ആഘോഷിക്കണം. അതാണ് ഓണം ക്രിസ്മസ്. നിർധനരായ രോഗികളായി കിടക്കുന്ന ആളുകൾ, തീരെ സാമ്പത്തിക മേഖലയുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുണ്ട് എന്ന് നമ്മൾ ധരിക്കുമ്പോൾ അവരുടെ വീട്ടിലൊന്നും ഇല്ലാത്ത വീടുകളുണ്ട്. അവരെയും കണ്ടെത്തണം. അവരിലേക്ക് നമ്മൾ ചെല്ലും. ഭാവിയിലേക്കുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവിയിലേക്കുള്ള രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. പുതിയ മാറ്റങ്ങൾ മീൻസ് എനിക്ക് തൊണ്ടി ടൗണിൽ ഞാൻ ചെറിയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു വാടക കെട്ടിടത്തിൽ കച്ചവടം ചെയ്ത കാലഘട്ടം എനിക്കുണ്ട്. ഇന്ന് എനിക്ക് തൊണ്ടി ടൗണിൻ്റെ ഒരു പ്രദേശത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ ഒരു 50,000 ഒരു സ്ക്വയർ ഫീറ്റിൽ പുതിയ മാള് വരാൻ വരുന്നുണ്ട്. ഒരു മാള്. പിന്നെ അടുത്ത ചോദ്യം, ഇനിയിപ്പോൾ നിങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ജീവിത പങ്കാളി, നിങ്ങളുടെ കുടുംബം ജീവിത പങ്കാളി എവിടെ നിന്നാണ് കണ്ടെത്തിയത്? എത്ര പൈസ കണ്ടെത്തി? അന്നേരം താങ്കളുടെ ജോലി എന്തായിരുന്നു? എൻ്റെ ജോലി അത്യാവശ്യം കൃഷിപ്പണികളും. കൃഷിപ്പണി ഉള്ളപ്പോഴാണ് ജീവിത പങ്കാളി കാണുന്നത്. എന്താണ് ജീവിത പങ്കാളിയുടെ പേര്? എൻ്റെ പേര് ജെസ്സി സണ്ണി. എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? എൻ്റെ വീടിൻ്റെ അടുത്ത് 5 കിലോ. ഞങ്ങളുടെ ഈ പേരാവ് തൊണ്ടി പള്ളിയുടെ ഇടവകയിൽ തന്നെയാണ്. എങ്ങനെയാണ്? അറേഞ്ച്ഡ് മാരേജ് ആണോ, വല്ല പ്രണയമാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു സ്നേഹവിവാഹമാണ്, പ്രണയവിവാഹമാണ്. കണ്ടെത്തിയത് പള്ളിയിൽ നിന്ന്. അവരുടെ പേരെന്താണ്? ജെസ്സി സണ്ണി. എവിടെയാണ് വീട്? വീട് ഇവിടുന്ന് ആറ്റാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. ആറ്റാഞ്ചേരി. എന്താണ് അച്ഛൻ്റെ അമ്മയുടെ അവരുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? അവരുടെ മാതാപിതാക്കൾ ആന്റണി എന്നാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ത്രേസ്യ. അതാണ് കൂടുതൽ ജീവിത പങ്കാളിയായി ഇപ്പൊ കൂടെ ഉള്ളത്. എൻ്റെ ഭാര്യ. 30 വർഷം 30 വർഷം അല്ലേ? അതെ. 25 5 30 വർഷം. സന്തുഷ്ട കുടുംബജീവിതം. മക്കളൊക്കെ സെറ്റിൽഡ് ആണ്. സന്തോഷത്തിൽ. ഇന്ന് എൻ്റെ എൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യ ആയതുകൊണ്ടാണ് എനിക്ക് പൊതുസമൂഹത്തെ വളരാൻ പറ്റിയത്. ഈ വളർച്ചേൻ്റെ അടിസ്ഥാനം തന്നെ ആർക്കും ദാനധർമ്മം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായം ഞാൻ ചെയ്യുന്നതിനേക്കാൾ 500 കൊടുക്കാൻ പറഞ്ഞ ഇവിടെ 1000 കൊടുക്കും. ഭാര്യ. ആ ഭാര്യയാണ് എൻ്റെ വളർച്ചയിൽ. എൻ്റെ അമ്മ കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ വന്നതിന് റോൾ മോഡലാണ്. ഭാര്യ
ജീവിതത്തിൽ യാത്ര എൻ്റെ ഒരു തടസ്സവും എൻ്റെ ഒരു ആളുകളോട് സംസാരിക്കുന്നതിന് എൻ്റെ എത്ര സമയത്തിനോ എൻ്റെ സഹായത്തിനോ ഒരിക്കലും തടസ്സം നിൽക്കാതെ എപ്പോഴും സപ്പോർട്ട് എൻ്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസങ്ങളിലും എന്നെ ചേർത്ത് നിർത്തി എനിക്ക് ധൈര്യം തരും ഇന്നും. ആ ധൈര്യമാണ് എൻ്റെ ഏറ്റവും കരുത്ത്. അമ്മ പോയപ്പോ അതേ റോളിലേക്ക് ചിലപ്പോൾ അമ്മയുടെയും എല്ലാ റോളിലേക്ക് കടന്നു വരുന്ന ഭാര്യയാണ്. എൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. എങ്ങനെയുണ്ട് കുടുംബജീവിതം? വളരെ സന്തോഷകരമാണ്. എനിക്ക് 3 മക്കളാണ്. 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്ത മകള് സാന്ദ്ര, അവള് BDS കഴിഞ്ഞു. ഹസ്ബൻഡ് ബിസിനസ്സാണ്, കൊച്ചിയിലാണ്. രണ്ടാമത്തെ മോള് MBA കഴിഞ്ഞു. അവള് എൻ്റെ രണ്ടാമത്തെ മോളുടെ പേര് സാന്ദ്ര എന്നാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് ഇവിടെ VK കൃഷി എന്ന് പറഞ്ഞ സ്റ്റോൺ കൃഷി ജോലി ചെയ്യുന്നു. അവരുടെയാണ് VK സ്റ്റോൺ കൃഷി, വെള്ളർവള്ളി എന്ന സ്ഥലത്ത്. മൂന്നാമത്തെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മാളിൽ ഒരു പുതിയതായിട്ടൊരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നു. ഈ ഓഗസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചാൽ ഏകദേശം ഓഗസ്റ്റിൽ ലാസ്റ്റോട് കംപ്ലീറ്റ് ആവും. ലോഞ്ച് ചെയ്യാം. 50,000 സ്ക്വയർ ഫീറ്റ് ലോഞ്ച് ചെയ്തത്. അതിനകത്ത് റൂംസും മാളും അങ്ങനെ മറ്റനവധി ബിസിനസ്സുകളാണ് അതിനകത്ത് വരാൻ. മൂന്നാമത്തെ മോള് ഐറിൻ എന്നാണ് അവളുടെ പേര്, ഐറിൻ സണ്ണി. അവള് MBBS 3rd ഇയറിൽ പിന്നെ മംഗലാപുരം KS ഹെഗ്ഡേയിൽ 3ാം വർഷം പഠിക്കുന്നു. 3 സന്തുഷ്ട കുടുംബം. എന്താണ് ജീവിതത്തിലെ ഈ കടന്നു വന്ന വഴികൾ? ആദ്യകാലമൊന്നും അത്ര സുഖകരമായിരുന്നില്ല. എന്നാലും പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നല്ല വിശ്വാസിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് മനസ്സിന് തോന്നുന്നത്? പ്രേക്ഷകരോട് പങ്കുവെക്കാൻ എന്താണുള്ളത്? ശരി, എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിക്കുക, അതാണ് എൻ്റെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ. ഞാനിപ്പോൾ 1 ഏക്കർ സ്ഥലം, 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലം എടുത്തിട്ടുണ്ട്. അവിടെ 20 വീടുകൾക്ക് സ്ഥലം കൊടുക്കാനാണ് എൻ്റെ പുതിയ പദ്ധതി. 20 വീട് നിർമ്മിക്കാൻ സ്ഥലം കൊടുക്കുന്നു. ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ദൈവം അനുഗ്രഹിച്ചാൽ ആ വീട് നിർമ്മിച്ചോടെ എൻ്റെ ആഗ്രഹം. നമ്മൾ ആഗ്രഹിച്ചാൽ മതി, ബാക്കിയെല്ലാം ദൈവം നടത്തി തരുമെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. ഉണ്ട്. ഇപ്പോൾ സൗജന്യ വീട് കൊടുക്കുന്നുണ്ട്, ഒരുപാട് വീടുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പള്ളിയോട് ചേർന്ന് നിന്നിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കൂത്തുപറമ്പ് നിർമ്മലക്കുഴ ബർസാറായിരിക്കും തോമസ് കൊച്ചേരോട്ടത്തിൽ. അതെ, അതല്ലേ. ഇപ്പം ഇവിടെ പേരാവൂര് ഇടവകയിലെ ഫൊറോന വികാരിയായിരുന്ന ഫാദർ ഷാജി തെക്കേമുറി. എന്റെ സുഹൃത്താണ്, രണ്ടും എന്റെ സുഹൃത്തുക്കളാണ്. തെക്കേമുറിയോട് ചോദിക്കാം, കൊച്ചിയിലോട്ട് തെക്കേമുറി വരുന്നത് തലശ്ശേരി ഉണ്ടായിരുന്നു. തെക്കേമുറി തലശ്ശേരി ഉണ്ടായിരുന്നു. അവിടെ സെമിനാരിയുടെ റെക്ടറായിരുന്നു. അവിടുന്ന് നിർമ്മലേരി കോളേജിൽ വരുന്നു. നിർമ്മലേരി കോളേജിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എപ്പോഴും പള്ളിയായിട്ടും നല്ല ഈശ്വര വിശ്വാസിയാണ്. എന്താ ഈശ്വരനോട് സ്വകാര്യം എപ്പോഴും പറയും, ദൈവമേ ആയുസ്സും ആരോഗ്യം തരണം. എൻ്റെ വ്യാപ്തികളെല്ലാം വർദ്ധിക്കും തോറും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സുണ്ടായി അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കണം മരിക്കുന്നിടം വരെ. വലിയ സന്തോഷമാണ് സക്സസ് സ്റ്റോറിയുടെ എപ്പിസോഡിൽ സണ്ണിയോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചപ്പോൾ കിട്ടിയ ഒരു സന്തോഷം. സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയം ഇന്ന് രാഷ്ട്രീയം എന്നതൊരു പ്രൊഫഷനായി കാണുന്ന പുതിയ കാലമാണ്. ഒരാൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ തന്നെ അവൻ എങ്ങനെ വളരണം എന്ന് ആര് തീരുമാനിക്കുന്നു? അതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് തന്നെ ഈ കാലത്തുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ചിരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ന്യൂ ജെൻ കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ ഭാരവാഹിത്വത്തിലേക്ക് എനിക്ക് പോകേണ്ടതില്ല, ഞാനിങ്ങനെ ജീവിക്കും, കുറേ മനുഷ്യരെ ചേർത്ത് പിടിച്ചിങ്ങനെ ജീവിക്കും, ദൈവത്തെ നന്നായി സ്നേഹിക്കും, കുടുംബത്തെ നന്നായി സ്നേഹിക്കും, പറ്റുന്നത്ര മനുഷ്യരെ സഹായിക്കും എന്നൊക്കെ പറയുന്ന ഒരു പൊതുപ്രവർത്തനോടൊപ്പം ഇത്രയും സമയം ചിലവഴിക്കാൻ കഴിഞ്ഞത് സക്സസ് സ്റ്റോറിയുടെ വിജയമായി തന്നെയാണ് കാണുന്നത്. ഇദ്ദേഹത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടില്ല. 22,000 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട്ടിലിരിക്കുമ്പോൾ സണ്ണി ആ ഓലമേഞ്ഞ പുരയിൽ കിടന്നുറങ്ങിയ കഥ പറയുമ്പോൾ സണ്ണിക്ക് വാക്കുകൾ മുഴുമിപ്പിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ചേമ്പല ചൂടി സ്കൂളിൽ പോയത് പറയുമ്പോഴൊക്കെ സണ്ണിയുടെ കണ്ഠം ഇടറുന്നുണ്ട്. അതിന് കാരണം ആ വഴികൾ അത്ര കഠിനമായിരുന്നു. സങ്കടകരമായ പാതയിലൂടെ, മുള്ളു നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ച് ഇന്ന് അദ്ദേഹം പടുത്തുയർത്തിയിരിക്കുന്ന വലിയൊരു പ്രസ്ഥാനം തന്നെയാണ്. മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യർ ഇനി എത്ര കാലം നമ്മോടൊപ്പം ഉണ്ടാകും? എത്ര മനുഷ്യർ ഇങ്ങനെ ഈ ലെവലിൽ വളർന്നു വരും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് തരാൻ കഴിയില്ല. കാരണം ജീവിത സാഹചര്യം മൊത്തം മാറിക്കഴിഞ്ഞു. ഇതൊരു ഹൈടെക് കാലമാണ്, AI-യുടെ കാലമാണ്. മനുഷ്യരുടെ അസ്തിത്വം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇന്നത്തെ കാലത്ത് സണ്ണിയൊക്കെ നമുക്കൊരു പാഠമാണ്.
പാഠപുസ്തകമാണ്. പഠിക്കണം പ്രേക്ഷകരെ, ഇത്തരം മനുഷ്യരെ, പ്രത്യേകിച്ച് പുതിയ തലമുറ. ഞങ്ങൾ സമർപ്പിക്കുകയാണ് സണ്ണി പേരാവൂർ എന്ന പൊതുപ്രവർത്തകരെ, സഹകാരിയെ. പ്രേക്ഷകർക്കും ഒപ്പം സണ്ണിക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.